ഇവിടെ തുളസി എന്നത് വളരെ ആരാധ്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുവാണ്. ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും കൂടുതൽ പൂജിക്കപ്പെടുന്നതും ഏതുകൊണ്ടാണ്? തുളസിയുമാണ്. അഭേദ്യമായ ബന്ധമാണ്. അതായത് ഭഗവാൻ നാരായണ രൂപത്തിലാകുമ്പോൾ കൂടെ ലക്ഷ്മിയും, കൃഷ്ണ രൂപത്തിൽ വരുമ്പോൾ ഭഗവാന് തുളസിയും. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും ലക്ഷ്മി തന്നെയാണ്. അപ്പോൾ നാരായണ രൂപത്തിൽ ലക്ഷ്മി എങ്ങനെയാണോ ഭഗവാന്റെ പ്രിയപ്പെട്ടതാവുന്നത്, അതുപോലെ കൃഷ്ണരൂപത്തിൽ ഏതാണ് പ്രിയപ്പെട്ടത്? തുളസി ആണ് പ്രിയപ്പെട്ടത്. ഈ തുളസി ഇത്തരത്തിലാകുവാനുള്ള കാരണം എന്ന് പറയപ്പെടുന്നത് ഭഗവാന്റെ കൃഷ്ണാവതാര സമയത്ത് തൊട്ട് അതിൻ്റെ ചരിതം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. കൃഷ്ണാവതാര സമയത്ത് ഭഗവാന് ഇഷ്ടപ്പെട്ട തോഴിമാരിൽ ഗോപികമാരിൽ ഒരാളായിരുന്നു തുളസി. ആ ഗോപികമാരിൽ രാധയുടെ ഒരു ശാപം നിമിത്തമാണ് തുളസിയായി വന്നു പിറന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ചിന്തയിലേക്കൊന്ന് പോവാം. ഇവിടെ കുശധ്വജ പുത്രീ ചരിതം മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കുശധ്വജ പുത്രീ ചരിതം ആരംഭിക്കുമ്പോൾ ഇവിടെ വളരെ ശ്രേഷ്ഠനായ നിർമ്മലന്മാരായിരുന്ന ധർമ്മധ്വജനും കുശധ്വജനും രണ്ടുപേരും അവർ ഭഗവാനെ ലക്ഷ്മി ദേവിയെ തപസ് ചെയ്തു. അവർ വരം വാങ്ങി. അങ്ങനെ വരം വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുശധ്വജന് മാലാവതി എന്ന് പറയപ്പെടുന്ന പത്നിയിൽ ദേവവതി എന്ന പേരിൽ സാക്ഷാൽ ലക്ഷ്മി തന്നെ അവതാരം ചെയ്തു. അങ്ങനെ ഭഗവാന് ഒരാളിൽ നിർമ്മല ഭക്തി ഉണ്ടായാൽ ഈശ്വരൻ അവർക്ക് മറ്റെന്തെങ്കിലും കൊടുക്കില്ല, തന്നെ കൊടുക്കും. നിർമ്മല ഭക്തി എന്ന് പറഞ്ഞാൽ മാലിന്യമില്ലാത്ത ഭക്തി. അപ്പോൾ മാലിന്യമില്ലാത്ത ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഭക്തിക്കകത്ത് മാലിന്യവും മാലിന്യം ഇല്ലാത്തത് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്താ മാലിന്യമില്ലാത്ത ഭക്തി? സാർത്ഥമോഹങ്ങളില്ലാത്ത ഭക്തി നിർമ്മല ഭക്തി. മനസ്സിലാവുന്നുണ്ടോ? സാർത്ഥമോഹങ്ങളുള്ള ഭക്തി മലിനഭക്തി. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലെത്തുമ്പോഴും ആരാധന നടത്തുമ്പോഴും മോഹങ്ങളല്ല പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനം, ഭക്തിയാണ്. മനസ്സിലല്ലേ? ഭഗവാനെ നേടുവാനാണ് ഭജിക്കേണ്ടത്, ഭഗവാന്റെ കയ്യിൽ നിന്ന് നേടാൻ ഭജിക്കരുത്. മനസ്സിലായോ പറഞ്ഞില്ലേ? മോഹങ്ങളെ മാറ്റി വെച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് അറിഞ്ഞു തരാൻ ആർക്ക് കഴിവുണ്ട്? ഭഗവാന് കഴിവുണ്ട്. അതിന് നല്ല രണ്ട് ഉദാഹരണമാണ് നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് പ്രഹ്ലാദൻ, അല്ലേ? ഭഗവാൻ അങ്ങോട്ട് ചോദിച്ചു എന്തൊക്കെ വേണം. ഇപ്പോൾ ഒരർത്ഥത്തിൽ നമുക്ക് പറയാം പ്രഹ്ലാദൻ എല്ലാ സമ്പത്തും ഉള്ള ആളാണ്, അതുകൊണ്ട് പ്രഹ്ലാദൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നോക്കാം. അത് നമുക്കൊരു ആശ്വസിക്കാൻ വേണ്ടി ചില ആൾക്കാർ പറയും. കാരണം എന്താ? പ്രഹ്ലാദൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിൻ്റെ പുത്രനാണ്, വലിയ സമ്പത്തൊക്കെ ഉള്ളതുകൊണ്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങനെയാണോ? ഞങ്ങൾ സാധാരണക്കാരല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അവിടെയാണ് കുചേല ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. കുചേലനാണെങ്കിൽ നമ്മളെക്കാൾ ദരിദ്രനായിരുന്നില്ലേ? ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി പ്രഹ്ലാദൻ്റെ കണക്കായിരുന്നോ? ആയിരുന്നില്ല, അല്ലേ? സമ്പൂർണ്ണ ദാരിദ്ര്യത്തിൽ നിന്നു. പക്ഷേ എന്നിട്ടും ആ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ പത്നി തന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടുമ്പോൾ വലിയൊരു ലിസ്റ്റും കൊടുത്താണ് വിടുന്നത്, ഇല്ലേ? സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ഭർത്താവിൻ്റെ കയ്യിൽ ഭാര്യ എഴുതി കൊടുക്കുന്നതിനൊക്കെ ഒരു ലിസ്റ്റൊക്കെ കൊടുത്താണ് വിട്ടത്. കൊച്ചുങ്ങൾക്ക് വസ്ത്രം വേണം, ആഹാരം വേണം, എല്ലാം എഴുതി കൊടുത്താൽ. പക്ഷെ അവിടെ ചെന്ന് പലതവണ ഭഗവാൻ നിർബന്ധിച്ചിട്ട് പോലും ആരും മിണ്ടിയില്ല, കുചേലൻ മിണ്ടിയില്ല. കാരണം എന്താ? മിണ്ടാഞ്ഞത് മനഃപൂർവ്വമല്ല, കുചേലൻ മറന്നുപോയി. ഭക്തിയുടെ പാരമ്യതയിലെത്തുമ്പോൾ മോഹങ്ങളെ വെടിയും ഭക്തൻ. മനസ്സിലായില്ലേ? അവിടെ കുചേലൻ മറന്നുപോയി. അപ്പോൾ ഉണ്ടായിട്ടല്ല, വേണ്ടാത്തതല്ല പ്രഹ്ലാദൻ്റെ മനോഭാവം ഇതാണ്. നമ്മളാരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടാന്ന് വെക്കുമോ? നമ്മൾ വീണ്ടും വേണമെന്നാണ് വെക്കുന്നില്ലേ? മോഹങ്ങൾക്ക് ഇങ്ങനെയാണ്. മോഹം വളരെ വേഗത്തിൽ എന്തായി മാറും? അത്യാർത്തിയായി മാറും. മനസ്സിലായി? അത്യാഗ്രഹമായി മാറും. അതിനേക്കാളും നല്ല മോഹങ്ങളെയൊക്കെ നമ്മൾ ഭക്തി കൊണ്ട് ശുദ്ധീകരിക്കണം. ഭഗവാനെ നേടുന്ന ഭക്തിയിലേക്ക് എത്തപ്പെടണം. അന്നേരമാണ് നിർമ്മല ഭക്തിയായി മാറുക. നിർമ്മല ഭക്തന്മാരിലേക്ക് ഭഗവാൻ വന്നു ചേരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ വന്നു ചേരും. ഇവിടെ ആ കുശധ്വജൻ്റെയും അതുപോലെ തന്നെ മാലാവതിയുടെയും പുത്രിയായിട്ട് സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ദേവവതി എന്ന പേരിൽ വന്നു പിറന്നു. അത്യന്തം ശ്രേഷ്ഠമായ ആ ദേവവതി ആ ഭഗവത് ചിന്തയോടുകൂടി തന്നെ തൻ്റെ ഉജ്ജ്വലമായ ആ ഭാവത്തോടുകൂടി കുട്ടിക്കാലത്ത് തന്നെ ആ തപസ്സിനി പുഷ്കര തീരത്തിലെത്തി അവിടെ തപസ് ചെയ്യാൻ തുടങ്ങി. ആ തപസ് ചെയ്ത് ആ തപസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ആശ്രമ കവാടത്തിൽ ഒരിക്കൽ രാവണൻ സഞ്ചരിച്ച് വരുമ്പോൾ കടന്നു വന്നു. രാവണനാകട്ടെ ഈ സൗന്ദര്യധാമത്തെ കണ്ട് മോഹിച്ചു. രാവണൻ ചെന്ന് ചോദിച്ചു, നീ ആരാണ്? നീ തപസ് ചെയ്ത് ഈ ശരീരത്തെ ശുഷ്കിപ്പിച്ച് കളയേണ്ട ആളല്ല. ഈ തപസ് ഇത്രയും സുന്ദരമായ ഈ ശരീരമുള്ളപ്പോൾ എത്രയോ ആൾക്കാരുടെ മനസ്സിനെ മോഹിപ്പിക്കാൻ കഴിവുള്ള നീ ഈ ശരീരത്തെ പീഡിപ്പിക്കുന്നത്
ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എന്താ ശരീരപീഡ എന്ന് ഉദ്ദേശിക്കുന്നത്? ബാഹ്യമായ ശരീരത്തെ തപസ് കൊണ്ട് പീഡിപ്പിക്കൽ അല്ലേ? കാരണം എന്താ, വെയിലും മഴയും മഞ്ഞും ഒന്നും നോക്കാതെ തപസ് ചെയ്യലാണ്. പക്ഷേ അജ്ഞാനികൾക്ക് തോന്നും ഇത് ശരീരത്തെ പീഡിപ്പിക്കലാണെന്ന്. ജ്ഞാനികൾക്കിത് സാധനയാണ്. എന്താ, ബാഹ്യമായ ശരീരബോധത്തിൽ അഹങ്കരിക്കാതെ ഈശ്വരചിന്തയിൽ മുഴുകുക എന്നത് ആ ഉള്ളിൽ ലഭിക്കുന്ന പരമമായ സമ്പത്ത്, ഒരിക്കലും നഷ്ടപ്പെടാത്ത സമ്പത്താണ്. പുറമേയുള്ള സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? പുറമേയുള്ള സൗന്ദര്യം ഒരിക്കലും നഷ്ടപ്പെടാത്ത സമ്പത്താണോ? അല്ല. പുറമേയുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും താൽക്കാലികമാണ് അല്ലേ? നമ്മൾ എത്ര കാലം വേണമെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചാൽ നിൽക്കുമോ? നിൽക്കില്ല. അത് നഷ്ടപ്പെടുന്നതാണ്. സമ്പത്തൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു പ്രതിഭാസം മാത്രമാണ് അല്ലേ? ശരിയല്ലേ? സൗന്ദര്യം എന്ന് പറയുന്നൊരു പ്രതിഭാസം മാത്രമാണ്. അതിന് വളരെ ക്ഷണികതയുണ്ട്. പക്ഷേ ഈ പ്രതിഭാസത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എത്ര കോടി രൂപ ചിലവാക്കും, എത്ര കഷ്ടപ്പെടും, മനസ്സിലായില്ലേ? ഇതൊക്കെ നിരർത്ഥകമാണ്. നിരർത്ഥകമായതിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ, അവിടെ നിരർത്ഥകമായതിനു വേണ്ടി പ്രയത്നിക്കുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് ആനന്ദം നഷ്ടപ്പെടുന്നത്. അവിടെയാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്ന ജ്ഞാനികൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ജ്ഞാനികൾ എപ്പോഴും അവരുടെ ഉള്ളിലുള്ള ആനന്ദത്തെയും സമ്പത്തിനെയും വർദ്ധിപ്പിക്കുക. ഉള്ളിലുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ സദ്ഗുണങ്ങളാകുന്ന സമ്പത്ത്, സച്ചിന്തകളാകുന്ന സമ്പത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പുറമേ ഉടുത്തൊരുങ്ങി നടന്നിട്ട് ഉള്ളുകൊണ്ട് മുഴുവൻ ദുഷ്ടതയാണെങ്കിലോ നമ്മൾ പറയില്ലേ, കണ്ടാ തോന്നില്ല അവൻ്റെ കയ്യിരിപ്പ് ഇതാണെന്ന്. എന്താ കാര്യം? ഉള്ളിലിരിക്കുന്നത് പുറത്തു വരുമ്പോഴാണ് അല്ലേ? വളരെ രസകരമായ ചൊല്ലുണ്ട്, പട്ടുകൊണ്ട് പുതച്ചാലും കുഷ്ഠമുള്ളത് പോകുമോ, ആസുരീ ബുദ്ധി മാറാതെ മാനുഷ്യഭാവം തെളിയുമോ. പട്ടുകൊണ്ട് പുതച്ചാൽ കുഷ്ഠം മൂടി വെച്ചുകൊണ്ട് നടക്കാം. അതുപോലെയാണ് ചിലർ പുറമേ അലങ്കരിച്ച് ഉള്ളിൽ ആസുരീ ബുദ്ധിയുമായിട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം നശിപ്പിക്കേണ്ടത് എന്തിനാണ്? ആസുരീ ബുദ്ധി. ആസുരീ ബുദ്ധി നഷ്ടപ്പെട്ടാൽ നമ്മൾ പുറമേ ഉള്ള സൗന്ദര്യം തനിയെ വർദ്ധിക്കും. ശരീര സൗന്ദര്യമല്ല, മനസ്സിലായില്ലേ? നമ്മുടെ സ്വഭാവ സൗന്ദര്യം വർദ്ധിക്കും. അതാണ് എന്നും ആൾക്കാർക്ക് ശ്രേഷ്ഠമായി അനുഭവവേദ്യം ആയി മാറേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക. ശരി, ഇവിടെ ആ ദേവപതിയുടെ അടുത്ത് രാവണൻ ഇത്തരത്തിൽ പറഞ്ഞു. അജ്ഞാനിയായ രാവണൻ പറഞ്ഞു, നിന്നെ ഞാൻ പട്ടമഹർഷിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബലമായി കയറി പിടിച്ചു. മനസ്സിലായില്ലേ? ഇവിടെ രാവണൻ നേരെ ദേവതയുടെ കൈ പിടിച്ചു. ദേവതയാകട്ടെ തപസ്വിനിയാണ്. രാവണന് നേരെ ആക്രോശിച്ചു. കശ്മല, നീ എൻ്റെ കയ്യിൽ കടന്നു പിടിക്കാൻ, എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ നിനക്ക് എന്താ അധികാരമുള്ളത്? നീ എത്ര ശക്തനാണെങ്കിലും, മനസ്സിലാവുന്നുണ്ടോ, എന്നെ കടന്നു പിടിക്കാൻ നിനക്ക് അനുവാദം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശപിച്ചു. ഞാൻ നിമിത്തം നിൻ്റെ കുലം മുടിഞ്ഞു പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ഞാൻ നിമിത്തം നിൻ്റെ കുലം മുടിഞ്ഞു പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ആ കുലം മുടിഞ്ഞു പോകും എന്ന് ശപിച്ചതിന് ശേഷം തൻ്റെ ശരീരത്തെ അഗ്നിയിലേക്ക് സ്വയം, മനസ്സിലായില്ലേ, അഗ്നി ജ്വലിപ്പിച്ച്, കാരണം അശുദ്ധമായ ശരീരം ഇനി ഞാൻ കൊണ്ടു നടക്കില്ല. അജ്ഞാനികളുടെ സ്പർശം കൊണ്ട് പോലും ശരീരം അശുദ്ധമാകുമെന്നിവിടെ പഠിപ്പിക്കുക. ഇവിടെയാണ് നമ്മൾ വലിയ ഒരു തത്വത്തെ പ്രായോഗികമായി മനസ്സിലാക്കേണ്ടത്. ദുർജന സംസർഗം ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖത്തെ തരുന്നതായിരിക്കും. നമ്മൾ എപ്പോഴും ആരോട് സഹകരിക്കണം? സജ്ജനങ്ങളോട് സഹകരിക്കണം. മനസ്സിലായില്ലേ? ചലനമില്ലാത്ത കല്ലിന് പോലും മുല്ലപ്പൂമ്പൊടി എന്തു കൊടുക്കും? സുഗന്ധം കൊടുക്കും. മനസ്സിലായില്ലേ? ഇനി ദുർജനങ്ങളോടാണോ കിടക്കുന്നതെങ്കിലോ ദുർഗന്ധം ഉണ്ടാവും. അപ്പോൾ സജ്ജന സംസർഗം കൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് സജ്ജന സംസർഗം. അപ്പം നല്ല വ്യക്തികളുമായി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഈശ്വരാനുഗ്രഹമാണ്. നല്ല സുഹൃത്തുക്കൾ ഈശ്വരതുല്യമാണ്. അതുകൊണ്ടാണ് പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ, ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അത് മുഖം നോക്കി പൊട്ടുതൊടാനുള്ള സാധനത്തിലല്ല പറയണത്. നമ്മുടെ സ്വഭാവത്തിൽ ഒരു കേടും വരാതെ നമ്മളെ കൃത്യമായി നമ്മളെ കൂടെ നടന്ന് എപ്പോഴും നമ്മളെ പുകഴ്ത്തുന്നവരല്ല നല്ല സുഹൃത്തുക്കൾ. അവരവസരവാദികളാണ്. മനസ്സിലായില്ലേ? അവർ പ്രിയം പറയുന്നവരെ അല്ല നല്ല സുഹൃത്തായി കാണേണ്ടത്. തെറ്റ് കണ്ടാൽ അപ്രിയം പറയുന്നവന് നല്ല സുഹൃത്താണ്. എന്താ കാര്യം? നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളോടത് തെറ്റായി പോയി ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുത്താനൊരാഗ്രഹം വരും ഇല്ലേ? നേരെ മറിച്ച് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലടാ, ഞാൻ കൂടെ ഉണ്ടടാ, നീ എന്ത് വേണമെന്ന് ചെയ്തു, നിൻ്റെ കൂടെ ആരുണ്ട്, ഞാനുണ്ട്, ധൈര്യമായിട്ട് ചെയ്തോന്ന് പറയും. അവസാനം കുറ്റം മുഴുവൻ വരുമ്പം നമ്മളെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും സജ്ജനങ്ങളുമായി സഹകരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാവണം. നമ്മളെയൊക്കെ വീടുകളിൽ അമ്മമാരൊക്കെ ഇപ്പോൾ വിപരീതമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവനോട് കൂടരുത്, ഇവനോട് കൂടരുത്, മിണ്ടരുത്, കൂട്ടുകാർ കൂടിയ വഴിതെറ്റി പോകും. ഒന്നും വഴിതെറ്റില്ല. പക്ഷേ അവരെ പഠിപ്പിക്കേണ്ട എങ്ങനെയാണ്? നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ പഠിപ്പിക്കുക.
മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ എന്നല്ല, ഇനി ദുർജനങ്ങളായ സുഹൃത്തുക്കൾ വന്നാലും അവരെ കൂടി സജ്ജനമാക്കാൻ കഴിവുള്ള വ്യക്തിയാക്കി നമ്മുടെ മകളെയും വളർത്തുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ മകനെയും മകളെയും കൂടി അവരെ കൂടി നേരെയാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുക. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും വിടാം. മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് പലതും കൊണ്ട് കുഞ്ഞുങ്ങൾ നശിക്കും എന്നൊന്നും പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് പേടിച്ചെന്നും പറഞ്ഞ് പെട്ടിക്കകത്തിട്ട് പൂട്ടി വെക്കാൻ പറ്റുമോ? പൂട്ടി വെക്കുന്ന കുഞ്ഞുങ്ങളാണ് ഏറ്റവും ആദ്യം നശിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അവരാണ്. അപ്പോൾ അടച്ചിടുകയല്ല വേണ്ട, തുറന്ന് വിടുക സ്വാതന്ത്ര്യത്തോടെ. പക്ഷെ തുറന്ന് വിടുമ്പോൾ ഏതൊക്കെ സ്ഥലത്ത് പോയി പറക്കാമെന്നും എവിടെയൊക്കെ പോയി ഇരിക്കാമെന്നും കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അതിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിച്ച് ഉപദേശിച്ച് കളരുത്. ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനം എന്താ? ഉപദേശമാണ്. അല്ലേ? അമ്മയുടെ ഉപദേശം കൊണ്ട് തോറ്റു, ഇതിനേക്കാളും നല്ല 2 അടിയങ്ങ് കിട്ടുന്നതാണ്. അല്ലെ? അച്ഛൻ്റെ ഉപദേശത്തിനേക്കാളും നല്ലതാണ്. അതിനാണ് ഇങ്ങനെയുള്ള പുരാണങ്ങൾ. മനസ്സിലായില്ലേ? കുട്ടിക്കാലത്തെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാണ് കഥകൾ കേൾക്കാൻ. അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കഥകളായിട്ട്, അല്ലേ, ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ കഥകളിലൂടെ അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് പണ്ട് മുത്തശ്ശിമാരൊക്കെ കഥകൾ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ജീവിത സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകും. ദയവ് ചെയ്ത് നമ്മളിപ്പോൾ അറിയാവുന്ന സീരിയലിലെ കഥയൊന്നും പറഞ്ഞു കൊടുക്കരുത്. അത് കൊടുത്താൽ നമ്മൾ വിഷത്തിന് പകരം കാളകൂടം കലക്കുന്ന കണക്ക് ആയിപ്പോവും. നല്ല നല്ല ഉദാഹരണങ്ങൾ, നല്ല മാതൃകാ കഥകൾ. ഇനി പുരാണത്തിലെ മാത്രം എടുക്കണമെന്നില്ല, ചരിത്ര കഥകളുണ്ട്. മനസ്സിലായില്ലേ? ചരിത്ര കഥകളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നല്ല അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളും അറിവുകളും അവരിലേക്ക് പകർന്നു കൊടുത്ത് അവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരിക്കലും അവർ മോശപ്പെട്ട വഴിയിൽ പോകില്ല. ഇവിടെ ആവട്ടെ ദേവവതി രാവണനെ ശപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലെങ്കിലും നീ ഇപ്പം അനുവാദം കൂടാതല്ല കൈ തൊട്ടത്, അതുകൊണ്ട് ഇനി എന്നെങ്കിലും ഒരിക്കൽ നീ അനുവാദം കൂടാതെ ഏതെങ്കിലും സ്ത്രീയെ ബലമായി പ്രാപിക്കാൻ ശ്രമിച്ചാൽ, മനസ്സിലായില്ലേ, സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അന്ന് നിൻ്റെ ശിരസ് തകർന്നു പോകും, മരണം ഉണ്ടാവും. മനസ്സിലായോ? ഇങ്ങനൊരു ശാപം കൂടി ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് രാവണൻ സീതാദേവിയെ കൊണ്ടുവന്നെങ്കിലും, മനസ്സിലായില്ലേ, രാവണന് സീതയെ സ്വന്തമാക്കാൻ പറ്റാതെ പോയത്. അതിന് ചില ആൾക്കാർ പറഞ്ഞു വെച്ചെന്നറിയോ, രാവണൻ നല്ല ആളാണ്, കാരണം സീതയെ കൊണ്ടുവന്നെങ്കിൽ രാവണൻ സീതയെ മാനഭംഗപ്പെടുത്തിയിട്ടില്ല, ബലാത്സംഗം ചെയ്യത്തില്ല, സീതയോട് സ്നേഹം മാത്രമേ കാണിച്ചുള്ളൂ, കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ച് കൂടെ നടന്നതാണ്. സീത കെട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടാതെ. അപ്പം രാവണൻ നല്ലതാണെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നാട്ടിൽ, അല്ലേ? രാവണവാദികളുണ്ട്. അവരെന്താ പറഞ്ഞത്? അവരിതാണെന്നാണ്. അല്ല, ഇവിടെ അങ്ങനെ ഒരു ശാപമുള്ളതുകൊണ്ട് പേടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് രാവണൻ എന്ത് ചെയ്യും, സീതയെ മോഹിപ്പിക്കാൻ വേണ്ടി രാവണൻ്റെ വേഷം കെട്ടിയൊക്കെ ചെല്ലുന്നുണ്ട്. അല്ല, രാമൻ്റെ വേഷം കെട്ടിയും രാവണൻ ചെല്ലുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പലരെ കൊണ്ടും പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം സ്വയം അല്ലാതെ മറ്റൊരാൾക്കെയും ആതിഥ്യത്തെയും പ്രാപിക്കാൻ ആർക്ക് സാധിക്കില്ല? രാവണന് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ദേവവതി എന്ന് പറഞ്ഞാൽ ഈ ദേവവതിയാണ് പിന്നീട് ആരായി ജനിക്കുന്നത്? സീതയായി ജനിക്കുന്നത്. കാരണം ഞാൻ മൂലം നിൻ്റെ കുലനാശം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സീത ലക്ഷ്മി ദേവിയാണ് എന്നും കൂടി വരുന്നത്. അങ്ങനെയാണ് ജനകപുത്രിയായിട്ട് ജനകജയായിട്ട് സീതാദേവി ജനിക്കും. ആ സീതാദേവിയാണ് പിന്നീട് അപഹരിക്കുന്നത്? രാവണൻ അപഹരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജന്മജന്മാന്തരങ്ങൾ കടന്നു പോയാലും ചെയ്യുന്ന കർമ്മഫലം, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം അയലത്തുകാരന് പോവുമോ? പോവില്ല, അവനവൻ അനുഭവിക്കണം. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് രാമായണത്തിൻ്റെ, അല്ലേ, രചനയിലൂടെ വാൽമീകി രത്നാകര ചരിതം നമ്മുടെ മുന്നിൽ കാട്ടിത്തന്നത്. രത്നാകര ചരിതത്തിലൂടെ പറഞ്ഞു, രത്നാകരൻ യഥാർത്ഥത്തിൽ ആ വഴി തെളിയിച്ചു കൊടുത്തതാരാ? അല്ല, സപ്തർഷിമാരൊക്കെ രണ്ടാമതാണ്. സപ്തർഷിമാർ പറഞ്ഞു വിട്ടു എങ്കിലും സ്വന്തം ഗൃഹത്തിലെത്തി പത്നിമാരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കില്ലേ, മക്കൾ അനുഭവിക്കില്ല. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ രത്നാകരൻ്റെ പത്നിയാണ് യഥാർത്ഥത്തിലെ ഗുരുവായിട്ട് ആദ്യം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രത്നാകരൻ്റെ പത്നി തന്നെയാണ് പറയുന്നത്. രത്നാകരൻ്റെ പത്നി പറഞ്ഞ വാക്കാണിത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം. സപ്തർഷികളല്ല, സപ്തർഷികൾ അത് അങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കൃത്യമായി ബോധിപ്പിച്ചാരാ? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, മനസ്സിലായില്ലേ, സപ്തർഷികളെ നിന്ന് പിടിച്ചു പറിക്കാൻ നിർത്തിയിരിക്കുക. അപ്പോൾ അവർ പറയുന്നത് മുഴുവൻ കേൾക്കണമെന്നില്ല. താൻ ഇന്നവരെ ആർക്ക് വേണ്ടി സ്നേഹം പങ്കിട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പിടിച്ചുപറി നടത്തിയത്, ആ ഭാര്യയാണ് പറഞ്ഞത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ. പിന്നീട് ഈ ചിന്തയിലാണ് അവിടെ രത്നാകരൻ മടങ്ങി വന്ന് സപ്തർഷികളെ മുന്നിൽ വന്ന് രാമമന്ത്രം ജപിച്ച്, അല്ലേ, അവിടെ ആ സർവ്വവിധമായ ആസുരികതയും കളയുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായി നമുക്ക് കാട്ടിത്തരും കർമ്മഫലം, അല്ലേ? ഇനി ഈ കർമ്മഫലം നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാലോ,
നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നേരത്തെ പറയാം. അതിനകത്തൊന്ന്, രാമാവതാരത്തിൽ ബാലിയെ അമ്പെയ്ത് വധിച്ചു അല്ലേ ശ്രീരാമൻ. ആ സമയത്ത് ബാലിയോട് പറഞ്ഞ് ഈ കർമ്മത്തിൻ്റെ ഫലമായി നേരിട്ടല്ലാതെ തന്നെ നിൻ്റെ അസ്ത്രമേറ്റ് ഞാനും പോകുന്നൊരവസരം ഉണ്ടാവും. ആ കർമ്മത്തിൻ്റെ വിധാനം എന്ത് സംഭവിച്ചു? കൃഷ്ണാവതാര കാലത്ത് ശ്രീകൃഷ്ണപുത്രനായ സാമ്പൻ സ്ത്രീവേഷം കെട്ടി ജ്ഞാനികളെ അപമാനിച്ചു. എന്താ സ്ത്രീവേഷം കെട്ടിയ പുരുഷൻ എന്ന് വെച്ച് പ്രസവിക്കുന്ന കുഞ്ഞ് എന്താണെന്ന് ചോദിച്ചു. അപ്പം ജ്ഞാനികളെ അപമാനിച്ചാൽ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരെയാണ്? ജ്ഞാനികളെയാണ്. അപ്പോൾ ജ്ഞാനികളെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ സഹിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ മഹർഷിമാർ എന്ത് ചെയ്തു? അവിടെ സപ്തർഷികളാണ്. സപ്തർഷികൾ ശപിച്ചു. എന്താ പറഞ്ഞത്? ഇരുമ്പുലക്കെ പ്രസവിക്കും. അങ്ങനെ പ്രസവിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഈ വസ്ത്രം മാറുന്ന സമയത്ത് ഒരു ഇരുമ്പുലക്ക ലഭിച്ചു. ഈ ഇരുമ്പുലക്ക എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ വേണ്ടി രാഗി കടലിൽ ഉപേക്ഷിച്ചു. ആ കടലിൽ ഉപേക്ഷിച്ചതിൽ നിന്ന് കിളിർത്തു വന്ന പുല്ല് കൊണ്ട് തന്നെ വംശനാശം ഉണ്ടായി. അതിലൊരു ചെറു കഷ്ണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മത്സ്യം വിഴുങ്ങി അല്ലേ? ഒരു മകരമത്സ്യം വിഴുങ്ങി. ഈ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിച്ചു. ആ പിടിച്ച മത്സ്യത്തെ വീട്ടിൽ കൊണ്ടുവന്ന് കണ്ടിച്ചപ്പോൾ അതിനുള്ളിൽ ഇരുമ്പിൻ്റെ കഷ്ണം കിട്ടി. ഈ ഇരുമ്പിൻ്റെ കഷ്ണം ഈ മുക്കുവൻ അതെടുത്ത് നേരെ തൻ്റെ സുഹൃത്തായ ഈ കൊല്ലപ്പണി ഇരുമ്പ് പണി ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ഇതേ സമയത്ത് ഒരു വേടം വന്നു. ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ഈ മീനെടുത്ത് കണ്ടിച്ച സമയത്ത് ഈ ഇരുമ്പ് കിട്ടിയോ ദാ അടക്കുന്നിടത്ത് അയ്യത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഇത് ഇവിടെ എത്തുമോ? എത്തില്ല. ഇനി അത് കിട്ടിയ ആൾ കൊല്ലപ്പണിക്കാരൻ്റെ കൊടുത്തപ്പോൾ അവിടെ ഈ വേടൻ അമ്മിൻ്റെ മൂർച്ച കൂട്ടാൻ വരാതെ ഏതെങ്കിലും വീട്ടിൽ അമ്മ കറിക്കത്തിക്ക് മൂർച്ച കൂട്ടാൻ വന്നായിരുന്നെങ്കിലോ? മനസ്സിലായില്ലേ? അതാണ് എങ്ങനെയൊക്കെയാണെങ്കിലും കൃത്യമായിട്ട് വന്നു ചേരേണ്ട കർമ്മഫലം അല്ലേ? ഭഗവാനായിട്ട് പോലും കർമ്മഫലം വന്ന് ചേർന്നു. അത് കൃത്യമായി വേടൻ്റെ അസ്ത്രത്തിൽ വന്നു. ഈ വേടൻ ആരാ? പൂർവ്വജന്മത്തിലെ ബാലിയാണ്. ധരൻ എന്ന വേടൻ. അദ്ദേഹം കൃത്യമായി ഒളിച്ചു നിന്നിട്ടാണ് അദ്ദേഹം എന്താ ഒരു മൃഗമാണെന്ന് ധരിച്ച് അസ്ത്രം എയ്തു. കൃഷ്ണൻ്റെ കാലിൽ അത് പതിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നതിനൊരു കാരണമായി, നിമിത്തമായി എന്തു മാറി? അസ്ത്രം പ്രയോഗം മാറി. എത്ര കൃത്യമാണ് നമ്മുടെ കർമ്മത്തിന്. അപ്പം നമ്മളിതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പരമാവധി നല്ല കർമ്മങ്ങളായിരിക്കണം. നമ്മളെയൊക്കെ വീടുകളിൽ പലയിടത്തും ഗുരുവായൂരപ്പൻ്റെ ഈ വീടിൻ്റെ ഐശ്വര്യം, അയ്യപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ചോറ്റാനിക്കരമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? ഇല്ലേ? ദയവ് ചെയ്ത് അത് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇളക്കി മാറ്റുന്നതാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ ഗുരുവായൂരപ്പൻ്റെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് വീട്ടിനകത്ത് താമസിക്കുന്ന ഒരു കംസൻ്റെയും പൂതനയുടെയും സ്വഭാവത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ഗുരുവായൂരപ്പൻ പോയിട്ട് സാക്ഷാൽ നാരായണൻ തന്നെ വന്നാലും ആ വീടിന് ഐശ്വര്യം വരുമോ? മനസ്സിലായില്ലേ? ചോറ്റാനിക്കരമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതിയിട്ട് വീട്ടിനകത്ത് താമസിക്കുന്ന ഒരു ശൂർപ്പണകയും പൂതനയും അതണക്ക് താടകയൊക്കെ ആണെങ്കിൽ ആ ചോറ്റാനിക്കരമ്മ വീട്ടിലോട്ട് കയറാൻ നോക്കുമ്പോൾ എന്നേക്കാളും വലിയ സാധനം, എന്നാൽ പിന്നെ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് തിരിച്ചു പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കാരണം ഇത് എഴുതി കച്ചവടം ചെയ്തവരുടെ ബുദ്ധിയാണ്. കച്ചവടം ചെയ്തവൻ ഐശ്വര്യമായിരുന്നു. കാരണം എന്താ? അവൻ്റെ സ്റ്റിക്കർ ഒത്തിരി ചിലവായി. അവൻ ഐശ്വര്യമായി നമ്മുടെ 10 രൂപ പോവുകയും ചെയ്തു. ഒട്ടിക്കട്ടാന്നല്ല, ഒട്ടിച്ചോ. പക്ഷേ ആ ഒട്ടിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനാണ്. ശരിയല്ലേ? മേളിൽ ഒട്ടിച്ചതുകൊണ്ട് മാറ്റമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എഴുതി വെക്കാവുന്നൊരു കാര്യം വെച്ചാൽ അവനവൻ ചെയ്യുന്ന കർമ്മം അവനവൻ്റെ ഐശ്വര്യം. അങ്ങനെ ഒന്ന് എഴുതി വെച്ച് നോക്കാം നിങ്ങൾ വീട്ടിൽ. അതാണ് ഏറ്റവും നല്ല വാക്യം. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മുടെ ഐശ്വര്യം. അങ്ങനെ എഴുതാം. ഇനി അതല്ലെങ്കിലോ വീട്ടിൽ എഴുതി വെക്കുക, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ അനുഭവിച്ചിട്ട്. ഇതൊന്ന് എഴുതി വെച്ച് നോക്കുക. ഇതൊരു 10 തവണ സ്ഥിരമായി കയറി ഇറങ്ങി ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വായിക്കുമ്പോൾ തന്നെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരും. ഇങ്ങനെയൊക്കെ ചില ശീലമുണ്ട്. ഒരിക്കലൊരു യാത്രക്കിടയിൽ ഒരു സ്ഥലത്തൊരു വീട്ടിൽ താമസിക്കാനൊരു സാഹചര്യം ഉണ്ടായി. നിങ്ങളുടെ ഈ റൂട്ടിലാണ് യാത്ര ചെയ്തത്. ഷൊർണൂരിലേക്ക് പോകുന്ന നമ്മുടെ സ്വരാജ് റൗണ്ട് തിരിഞ്ഞിട്ട് പോകുമ്പോൾ ഇരുന്നിലങ്കോട് എന്ന് പറഞ്ഞൊരു ഗുഹാക്ഷേത്രമൊക്കെ ഇല്ലേ, ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഒരു വലിയ തറവാട്ട് വീട്ടിലാണ് രാത്രിയിൽ തങ്ങിയത്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന യാത്ര ചെയ്യുന്ന ആളിൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുവാണ് ആ വീട്. അപ്പോൾ രാത്രിയിൽ പ്രത്യേകിച്ച് ലോഡ്ജിലൊന്നും പോയി റൂം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ യാത്രയിടയിൽ ഞങ്ങളിങ്ങനെ അവിടെ വന്ന് തങ്ങി. രാത്രി അവിടെ തങ്ങി. രാത്രി വളരെ വൈകിട്ടാണ് വന്നത്. അവിടെ രാത്രി വന്ന് തങ്ങി. അപ്പം നേരം വെളുത്തപ്പോൾ തന്നെ അവിടെ ഈ വീടിനോട് ചേർന്നൊരു വലിയ കുളമൊക്കെ ഉണ്ട്. അവിടെ പോയി കുളിച്ചു. അത് കഴിഞ്ഞ് കാപ്പി കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ അവിടെ വന്ന സമയത്ത് ആ വീട്ടിലിങ്ങനെ വന്നപ്പോൾ വീട്ടിലെ ഗൃഹനാഥനെ പരിചയപ്പെട്ടു. വളരെ പ്രായമുള്ള ഒരു മുത്തശ്ശനായിട്ടുള്ള ആൾ, ഏറ്റവും മുതിർന്ന ആളിനെ. അപ്പോൾ അദ്ദേഹം അവർക്ക് തന്നെ ഒരു സ്കൂളുണ്ട്, സ്വന്തമായിട്ട് തന്നെ ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ഉള്ള ആളാണ്. അവിടുത്തെ പ്രഥമ അധ്യാപകനൊക്കെ ആയിരുന്ന ആളാണ് ഈ മുത്തശ്ശൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുത്തശ്ശൻ
അവിടെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ വീട്ടിൽ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന ഒരു കറുത്ത ബോർഡ് ഭിത്തിയിൽ പെയിൻ്റ് അടിച്ചിട്ടിരിക്കുന്നു. നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യുന്നത്, വീട്ടിൽ നല്ല പെയിൻ്റൊക്കെ അടിച്ച് കളറൊക്കെ അടിച്ച് വെക്കും അല്ലേ. അവിടെ ഒരു കറുത്ത ബോർഡിൽ ഒരു ചതുരത്തിലൊരു ബോർഡിൻ്റെ അത്രയും തന്നെ ഒരു പെയിൻ്റ് അടിച്ച് അവിടെ ഇട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ ട്യൂഷൻ എടുപ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ വീട്ടിലെ ആളിനോട് ചോദിച്ചു, ചേട്ടനോട് ചോദിച്ചു. പറഞ്ഞു അല്ല, ഇത് അച്ഛൻ്റെ ചില ലീലാവിലാസങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ഇദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് അവിടെ ഉണ്ട്. ആ ബുക്ക് തുറന്നു വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് ഒരു വരി അതിനകത്ത് എഴുതിയിട്ട് ചോപ്പുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോഴാണെങ്കിലും ആഴ്ചയിൽ ഒരു വരിയെങ്കിലും എഴുതിയിരിക്കും. മനസ്സിലായില്ലേ? അടുത്ത ആഴ്ച ഇത് മായ്ക്കും, എന്നിട്ട് അടുത്ത് എഴുതും. സാധിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും, ചെറിയ വാക്കൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും മാറ്റും. അപ്പോൾ അന്നത്തെ ദിവസം എഴുതിയ വാക്ക് അത് അന്നേരം തന്നെ ഒരു പേപ്പറിനകത്ത്, ഇത് എപ്പോഴും പേനയും പേപ്പറും പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നൊരു ശീലമുണ്ട്. കാരണം ചിലതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടി അന്നേരം കുറിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നേരം തന്നെ അതങ്ങ് എഴുതിയെടുത്തു. അനുദിനം അനുഭവ ദർപ്പണങ്ങളിൽ നിന്ന് നിഴലിക്കും നിൻ ആത്മവികാസരേഖ. അന്ന് എഴുതിയിട്ട വാക്കതായിരുന്നു. അനുദിനം അനുഭവ ദർപ്പണം, ഓരോ ദിവസത്തിലുള്ള അനുഭവങ്ങളാകുന്ന കണ്ണാടിയിൽ നിന്ന് വേണം നീ നിൻ്റെ ജീവിതത്തിൻ്റെ പാഠം ഉൾക്കൊള്ളാൻ. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. നിൻ ആത്മവികാസരേഖ അത് എഴുതിയെടുത്തു. എന്നിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ രസകരമായിട്ടൊരു അർത്ഥവും പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇത് എഴുതിയിടുന്നത് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത്, മക്കളെ കൊച്ചുമക്കളൊക്കെ പിടിച്ചിരുത്തി ഇത് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവർ പഠിക്കില്ല. ഇതൊക്കെ എഴുതിയിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഇവർ കൂട്ടുകുടുംബമാണ്. ആ ഒരു വീട്ടിൽ തന്നെ 23 പേരുണ്ട് കേട്ടോ. വലിയ വീടാണ് കേട്ടോ, വലിയ സൗകര്യമുണ്ട്. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ കുട്ടികൾ എന്ത് ചെയ്യും, ഈ വാക്ക് കാണും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കയറി ഇറങ്ങി ചെയ്യുമ്പോൾ ഈ വാക്ക് കണ്ട് ആ ജീവിത മൂല്യം ആ കുട്ടികൾക്കുണ്ടാവും. എന്ന് നമ്മളൊന്ന് ആലോചിക്കുക, എത്ര നല്ല ബുദ്ധിയാണത് അല്ലേ? ശരിയല്ലേ? എത്ര നല്ല ബുദ്ധിയാണ്. എന്തേ നമുക്കിതൊക്കെ മാതൃകയാക്കിക്കൂടെ? വീട്ടിലെ ഭിത്തി നന്നായിരിക്കുന്നതാണോ വീട്ടിലുള്ളവരുടെ മനസ്സ് നന്നായിരിക്കുന്നതാണോ? ഏതാണ് നല്ലത്? ഏതാ? മനസ്സ് നന്നായിരിക്കലാണ്. നമ്മൾക്കിടെ മനസ്സ് നന്നാവും. നമ്മൾ എഴുതിയിടുമ്പോൾ നമുക്കും അത് ബാധകമാണ്. എഴുതിയിട്ട് നമ്മളത് തെറ്റിച്ചാൽ ചോദിക്കാൻ മക്കൾ നിൽക്കും ഇല്ലേ? അപ്പോൾ എഴുതിയിട്ടാക്കും ബാധകമാണ്. മനസ്സിലല്ലേ? എന്ന് വെച്ചാൽ ഇന്ന് വീട്ടിൽ ചെന്ന് കറുത്ത പെയിൻ്റ് അടിച്ച് ഭിത്തിയിൽ വീട്ടുകാരോടൊന്നും ചോദിക്കാതെ പെയിൻ്റ് അടിക്കരുത്. മനസ്സിലല്ലേ? വൈകിട്ട് ചേട്ടൻ വരുമ്പോൾ ഞാൻ കാശ് കൊടുത്ത് പണിക്കാരൻ നിർത്തി നല്ലതുപോലെ അടിച്ച പെയിൻറ്റ് മായിച്ചെന്ന് പറഞ്ഞ് ഇടി കിട്ടും. ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാം. ഇനി ഇത് ഭിത്തിയിൽ എഴുതിയിടുന്നതിലൂടെ മാത്രമല്ല, പലതരത്തിലും ചെയ്യാം. ഈ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ രാമായണം ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ മുത്തശ്ശിമാർ നാമം ജപിക്കുമ്പോഴൊക്കെ എങ്ങനെ ചെല്ലുന്നതെന്നറിയാവോ? എങ്ങനെയാ? ഉച്ചത്തിൽ ചെല്ലും, വളരെ ഉച്ചത്തിൽ. അപ്പം വീട്ടിലുള്ളവർ ചോദിക്കും, ഇവിടെ എന്തോ അതിലൊക്കെ പൊട്ടാണോ, ദൈവത്തിനെന്തോ പൊട്ടു വല്ലതും ഉണ്ടോ, കേൾവിയില്ലാതുണ്ടോ, ബധിരനാണോ, എന്താ ഞാൻ ഇത്രയും ബഹളം വെക്കുന്നത്? ഇന്നത്തെ കാലത്താണെങ്കിൽ മുത്തശ്ശി അപ്പോഴേ പുറത്താകും. കാര്യം എന്താ, ഇന്നും ബഹളം വെക്കാൻ TV ഉണ്ടല്ലോ അവിടെ. വൈകുന്നേരം ആകുമ്പോഴത്തെ കോലാഹലം ഏതിനകത്താ? വസുന്ധരയും സുന്ദരിയും ഇല്ലേ? ഡോക്ടർ ചതിച്ചുവോ ഇല്ലയോ, അവൾ ആത്മഹത്യ ചെയ്യുമോ രക്ഷപ്പെടുമോ, ഇങ്ങനെ കുന്തം കയറി നെഞ്ചി നിൽക്കുന്ന കണക്കായിരിക്കും ഇങ്ങനെ ആയിരിക്കുന്നത്. അയ്യോ, ആ സമയത്തെങ്ങാനും ഭർത്താവോ മക്കളെങ്ങാനും ഇച്ചിരി ചോറ് വിളമ്പെന്ന് പറഞ്ഞാൽ ഒരു നോട്ടമുണ്ട്. നമ്മളങ്ങ് ജോലിക്കും വസുന്ധരയൊക്കെ ആയിട്ട്. ഞാൻ ചുമ്മാ 2 പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ മുത്തശ്ശിമാർക്ക് ഉറക്കെ ചെല്ലാൻ പറ്റില്ല. അതുമല്ല, ഇന്നത്തെ ആൾക്കാർക്ക് ചെല്ലാനേ മടിയായി. ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേരെടുത്ത് നാമം ചെല്ലാൻ പറഞ്ഞാൽ ശബ്ദം ഉണ്ടോ എന്ന് പോലും അറിയില്ല. നേരെ മറിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോയി താഴെ പോയി നിന്നാൽ ഇവിടെ കേൾക്കാം അവിടുത്തെ കഥ പറച്ചിൽ. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉറക്കെ ചെല്ലുന്നത് എന്തിനാ? എനിക്ക് വേണ്ടി മാത്രമല്ല, ആ നാമം ചെല്ലാത്തവരായി വീട്ടിലുള്ളവരുടെ കാതിലും എന്ത് ചെല്ലണം? ഈ നാമം ചെല്ലണം. മനസ്സിലല്ലേ? എത്ര ബുദ്ധിപൂർവ്വമാണ് അവർ പ്രയോഗിക്കുന്നത് അറിയാവോ? ഇനിയോ വൃക്ഷലതാദികൾക്കും മനസ്സിലായില്ലേ ഭഗവാന്റെ നാമം കേൾക്കാൻ സാധിക്കണം. വൃക്ഷങ്ങൾക്ക് ഈ ശബ്ദവിധാനത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചെവിയുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സസ്യജാലങ്ങൾക്കും മറ്റു മൃഗങ്ങൾക്ക് പോലും ആ ഭഗവത് നാമം കേൾക്കാൻ പറ്റുന്ന നിലയിൽ നാമം ജപിക്കുമായിരുന്നു. പണ്ട് രാമായണം ജപിക്കുമ്പോഴും നാമം ചെല്ലുമ്പോഴും ഒക്കെ ഉറക്കെ ചെല്ലുമായിരുന്നു. മനസ്സിലായില്ലേ? ഇനി ശ്രീരാമകൃഷ്ണ പരമഹംസന് ഉദാഹരണം പറയും. ഉറക്കെ ചെല്ലുമ്പോൾ നമ്മളെ നിന്നുള്ള ഈ ദുർവൃത്തികളാകുന്ന പക്ഷികൾ പറന്നു പോകും. എങ്ങനെ? ഒരു മരത്തിൽ നിറയെ കാക്കകൾ കൂട്ടുകൂടിയായിട്ട് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുമ്പോൾ അതിനടിയിൽ പോയി ശബ്ദം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും?
ഇതെല്ലാം പറക്കും. മനസ്സിലല്ലേ? ഇതുപോലെ ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ നിന്ന് മനോമാലിന്യങ്ങൾ ഉറക്കെ നാമം ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന് പറന്നു പോകും. ഇതിനൊക്കെയാണ് നാമം ജപിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ തലമുറകളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു വീട്ടിൽ കണ്ടൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. വളരെ കൃത്യമാണ്. ഈ പണ്ട് കാലങ്ങളിലൊക്കെ സ്കൂളുകളിൽ പോകുമ്പോൾ വളരെ പക്വതയും അനുഭവ സമ്പത്തുള്ള അധ്യാപകന്മാരുണ്ടായിരുന്നു. ഈ അധ്യാപകന്മാർ ഈ കുട്ടികളെ നോട്ട്ബുക്കിനകത്ത് ഫ്രണ്ട് പേജിലൊക്കെ ഇങ്ങനെ നോട്ട്ബുക്കൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ട് ചില നല്ല വാചകങ്ങൾ എഴുതി കൊടുക്കുമായിരുന്നു. ഇന്നത്തെ കണക്ക് വെരി ഗുഡ്, ബാഡ് ഇത് മാത്രമല്ല. മനസ്സിലായില്ലേ? നല്ല വാചകങ്ങൾ എഴുതി കൊടുക്കും. ആ വാക്കുകളിലൂടെയാണ് വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നൊക്കെ പറയുന്നതൊക്കെ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള നല്ല വാക്കുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ അറിവിലേക്ക് ചെല്ലും. ശരി, അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളെയും നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവിടെ ഈ കർമ്മഗതിയെ നേരെയാക്കാൻ ജ്ഞാനം കൊണ്ടേ കുറേയൊക്കെ സാധിക്കൂ. അപ്പോൾ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ള വളരെ പ്രധാനം. ഇവിടെ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടിയൊക്കെ, ഇനി കർമ്മഗതി മാറ്റാൻ പറ്റുമോ? കർമ്മഗതി മാറ്റാൻ ഒരു ഈശ്വരന് പോലും സാധിക്കില്ല. അപ്പോൾ ചോദിക്കും, നമ്മളൊക്കെ അമ്പലത്തിലെത്തി പൂജ ചെയ്താൽ കർമ്മഗതി മാറില്ല? മാറില്ല. ഇനി മാറുമെന്നൊക്കെ പറഞ്ഞ് പൂജ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കുന്നവരാ വിരുദ. മനസ്സിലായില്ലേ? ഒരു കർമ്മഫലവും മാറില്ല. പിന്നെ എന്തിനാ പൂജ ചെയ്യുന്നത്? ഈ കർമ്മഫലം അനുഭവിക്കുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള കരുത്ത് കിട്ടാനാണ്. ചെയ്തു പോയതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ ചെയ്തത് അനുഭവിക്കുമ്പോൾ, മനസ്സിലാവുന്നുണ്ടോ, അതിനെ തരണം ചെയ്യാനുള്ള കരുത്ത് കിട്ടണം. നമുക്കിപ്പോൾ രോഗം വന്നു, ചില ആൾക്കാരുണ്ടല്ലേ സ്വന്തം മനസ്സിൻ്റെ ബലം കൊണ്ട് തന്നെ രോഗത്തെ തരണം ചെയ്യും, അല്ലേ? മരുന്ന് ഉപയോഗിക്കുമെങ്കിലും കുറച്ച് മനോബലം. ചിലരങ്ങനെയല്ല, ചെറിയൊരു രോഗം വന്നാൽ പിന്നെ അതോടുകൂടി തകർന്ന് തരിപ്പണമാവും. എന്താ? തരണം ചെയ്യാനുള്ള മനോധൈര്യം ഇല്ല. അപ്പം മനോബലത്തെ കിട്ടാനും കൂടാണ് ഭഗവാനെ. പിന്നെയോ, ഇനി ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ തെറ്റാതിരിക്കാനാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. അപ്പോൾ കർമ്മഫലം കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തിനെ അതിനെ കടക്കാനും അതിനുള്ള മനോബലം കിട്ടാനും ഇനിയുള്ള കർമ്മങ്ങൾ നേരായ കർമ്മം. കാരണം ഇതുവരെ ഉള്ളത് തന്നെ നമുക്ക് അസഹനീയമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. എത്ര ശൂലം കൊണ്ട് കുത്തിയാലും എത്ര എണ്ണയിലിട്ട് പൊരിച്ചാലും തീരാത്തത്രയും കർമ്മഫലമുണ്ട്. അപ്പോൾ ഇനിയും കൂട്ടണോ? വേണ്ട. അപ്പോൾ ഇനിയെങ്കിലും കൂട്ടാതിരുന്നാൽ ഇപ്പോൾ ഉള്ളത് മാത്രം അനുഭവിച്ചാൽ രക്ഷപ്പെടാമല്ലോ. അതിനാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ നാറാണത്ത് ഭ്രാന്തനെ നമ്മളൊന്ന് എടുത്ത് ചിന്തിക്കാം, വളരെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ നാറാണത്ത് ഭ്രാന്തൻ അദ്ദേഹത്തിന് ഏറ്റവും സുഖകരമായി വിശ്രമിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം എവിടാണെന്നറിയാമോ? എവിടെയാ? ഏത് റിസോർട്ടാ? മലയോ? മലയിൽ കല്ലൂരുട്ടത്തേ ഉള്ളൂ. വിശ്രമിക്കാൻ എടുക്കുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത്. അത് അധ്വാനിക്കുന്ന സ്ഥലമാണ്. ചുടലയാണ്, ചുടുകാടാണ്. ഏറ്റവും സന്തോഷം വരുമ്പോൾ വിശ്രമിക്കാൻ രാത്രി പോകുന്ന ചുടുകാട്ടിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. പല കാര്യങ്ങൾ കൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ചുടുകാട് പ്രകൃതിദത്തമായൊരു AC ആണ്. നല്ല തണുപ്പുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അടുത്തോട്ട് ചെന്ന് കിടന്നാൽ മതി. ആരുടെ അടുത്തോട്ട്? ശവം കത്തിക്കുന്ന തീയുടെ അടുത്തോട്ട് ചെന്ന് കിടന്നാൽ തണുപ്പങ്ങ് മാറും. മനസ്സിലായില്ലേ? ഇനി ചൂടുള്ളപ്പോഴാണെങ്കിൽ നീങ്ങിക്കിടക്കാം. മരങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അവിടുത്തെ ഏറ്റവും കൂടുതൽ മരങ്ങൾ നിൽക്കുന്ന ചുടുകാട്ടിലായിരിക്കും. കാരണം എന്താ? മരങ്ങൾ എപ്പോഴും വളർന്ന് അല്ലേ, നല്ല വളമാണ്. അതിന് ഈ ചുടല കത്തി വരുന്നതൊക്കെ നല്ല വളമൊക്കെയാണ്. ആരും മുറിച്ചുകൊണ്ടൊന്നും പോകത്തില്ല. കാര്യം എന്താ? ചുടകാട്ടിലുള്ള മരം മുറിച്ചുകൊണ്ട് വീട് വെച്ചാൽ പ്രേതം വരുമെന്നൊക്കെയുള്ള പേടി പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ അതൊക്കെ ഉള്ളത് കൊണ്ട് ആരും അങ്ങനെയും ചെയ്യില്ല. അപ്പം വളരെ സന്തോഷത്തോടു കൂടി അവിടെ കിടക്കാം. അതൊരു കാര്യം. രണ്ടാമത്തെ, പ്രാണികളുടെ ശല്യം കാണില്ല. നമ്മുടെ വീട്ടിൽ കിടന്നാൽ എത്ര അടച്ചു കൂട്ടിയാലാണ് കൊതുകിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റണേ, അല്ലേ? ഇത് ചുടുകാട്ടിലാകുമ്പോൾ ഇതിൻ്റെ ഒന്നും ശല്യമില്ല. എന്താ കാര്യം? ചെറു പ്രാണികളൊക്കെ തീ ഉള്ളിടത്ത് വരത്തില്ല, തീക്കകത്ത് പോയി അങ്ങ് ചാടും. കാരണം ഈ പ്രാണികളെ തീ ആകർഷിക്കും. മനസ്സിലായി? ചെറു പ്രാണികൾ പോയി ആത്മഹത്യ ചെയ്ത് എവിടെയാണ്? ദീപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ പുകയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇനി ഏറ്റവും ക്രൂരന്മാരുടെ ശല്യം ഉണ്ടാവില്ല. ആരാ? മറ്റു മനുഷ്യരുടെ. ഏറ്റവും ക്രൂരന്മാർ മൃഗങ്ങളല്ല, അതിനേക്കാളും മറ്റുള്ളവരാ. ആരെങ്കിലും വന്നിട്ട് ഇടയ്ക്ക് വിളിച്ചുണർത്താൻ വരുമോ? അർദ്ധരാത്രി ഉറങ്ങിയോടാന്ന് നോക്കാൻ വന്നതെന്ന് പറഞ്ഞ് വരുമോ? കാര്യം ചുടുകാട് ആർക്കും അങ്ങനെ വരാൻ തോന്നുന്ന സ്ഥലമല്ല. അപ്പം വളരെ സ്വസ്ഥമായി ശാന്തമായി ആരുടെ ശല്യവുമില്ലാതെ ഉറങ്ങാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു ഗുണമുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എവിടെയെങ്കിലും പോയി ഭിക്ഷ എടുത്തുകൊണ്ട് വരുന്ന ഭക്ഷണം, മനസ്സിലല്ലേ, അരിയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഈ കിട്ടുന്ന സാധനം പാകം ചെയ്യാൻ നല്ല കിച്ചനാണ് ചുടുകാടെന്ന് പറഞ്ഞാൽ. കാരണം എന്താ? വിറവ് തേടി പോകണ്ട, തീ തേടി പോകണ്ട. കല്ലാണെങ്കിൽ അവിടെ ഉണ്ട്. ഈ ചുടലയെ തന്നെ ദഹിപ്പിക്കുമ്പോൾ കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ തടി വെച്ചിട്ടൊക്കെയാണ് ഈ കിടത്തുന്നത്. അപ്പോൾ ഈ കല്ലിളക്കി കൊണ്ടുവന്ന് വെക്കും. മനസ്സിലായില്ലേ? അവിടെ
പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ പാത്രത്തിൽ അവിടെ നിന്നുള്ള വെള്ളം തന്നെ ശേഖരിക്കും. ആ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വിറവിന് എന്ത് ചെയ്യും? ഈ ജഡം കത്തുന്നുണ്ടല്ലോ, ഈ തീ പോയി എടുത്തുകൊണ്ട് വന്നങ്ങ് അടുപ്പിൽ കത്തിക്കും. നമ്മൾ വിചാരിക്കും എന്ത് മോശമാണ്. ഒരിക്കലും മോശമല്ല. കാരണം അഗ്നിക്കൊരു തത്വമുണ്ട്. എന്താ? അഗ്നി ഒരിക്കലും അശുദ്ധമാവുകയില്ല. മനസ്സിലല്ലേ? ചിത കത്തുന്ന അഗ്നിയും ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കുന്ന അഗ്നിയും അടുക്കളയിൽ കത്തിക്കുന്ന അഗ്നിയൊക്കെ തുല്യം തന്നെയാണ്. അഗ്നിക്കൊരിക്കലും അശുദ്ധി ഇല്ല. അഗ്നി എപ്പോഴും ശുദ്ധമാക്കുക. അപ്പോൾ പിന്നെ അഗ്നിക്ക് അശുദ്ധി ഉണ്ടോ? ഇല്ല. ഈ അഗ്നി എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും? നേരെ കത്തിക്കും. ആ ഭക്ഷണം പാകം ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യം കൊണ്ടും ഈ ചുടല ആർക്ക് ഇഷ്ടമാണ്? നാരായണത്ത് ഭ്രാന്തന് ഇഷ്ടമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുടലകാളി എന്നൊരു ദേവതാ സങ്കല്പമുണ്ട് ഭദ്രകാളിയുടെ. ചുടലകാളി ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിക്കാൻ വരും, ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ. ഭൂതഗണങ്ങളുമൊക്കെ ആയിട്ട് അവിടെ വരും, ചുടലയിൽ വരും. ഇങ്ങനെ വന്ന് ഒരു രാത്രിയിൽ, അതിഘോരമായ രാത്രി വന്ന് ചുടലകാളി ഡാൻസ് കളിച്ച് ഇങ്ങനെ അറമാദിച്ച് ബഹളമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. വളരെ തുള്ളിച്ചാടി ഭൂതഗണങ്ങളൊക്കെ ആയിട്ട് കളിക്കുക. ഇത് കണ്ടു നിൽക്കാൻ മനുഷ്യർക്കൊന്നും സാധ്യമല്ല. കാരണം അത്രയും ഭയാനകമാണ് ആ രൂപം എന്ന് പറയപ്പെടുന്നത്. തലയോട്ടിയും കാലുകളൊക്കെ മാലയായിട്ടിട്ട് അലറി വിളിച്ച് കാളിയുടെ ഉഗ്രരൂപം എന്നാണ് പറയപ്പെടുന്നത് അല്ലേ? നമ്മൾ അമ്മയെ ഭഗവതി കാളി എന്നൊക്കെ വിളിക്കും. രാത്രി പോകുന്ന വഴിക്ക് പ്ലാവിൻ്റെ വീട്ടിൽ ഇന്നങ്ങനെ നിന്നുകൊണ്ട് മോളെ എന്നങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ വിളിച്ചാൽ നമ്മൾ അവിടെ നിൽക്കുമോ? അപ്പോൾ പിന്നെ ഈ രൂപത്തെക്കുറിച്ച് ഇനി പറയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഈ ചുടലകാളി വന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ സൈഡിൽ മൂലയ്ക്ക് ഒരുത്തം നോക്കിക്കൊണ്ടിരുന്ന് കൈകൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചുടലകാളിക്ക് അത്ഭുതമായി. എന്നെ കണ്ടിട്ട് ഓടാത്തൊരുത്തനോ? ഇത് പ്രതിമ വല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി അടുത്ത് പോയി തട്ടി നോക്കി. അപ്പോൾ പ്രതിമയൊന്നുമല്ല, കണ്ണൊക്കെ അനങ്ങുന്നുണ്ട്, കൈയൊക്കെ കൊട്ടുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തിനാ ശല്യപ്പെടും? നിങ്ങൾ കളി കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് പോയി, എനിക്കൊന്ന് ഉറങ്ങണം. മനസ്സിലായില്ലേ? നിങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അങ്ങനെ ഈ ചില പ്രോഗ്രാം നടത്താൻ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞ് പെട്ടെന്നൊന്ന് ഉറങ്ങണം. പണ്ടൊരു പ്രഭാഷകന് ഇതുപോലൊരു അബദ്ധം പറ്റിയതാണ്. ഈ പണ്ട് പ്രഭാഷണത്തിന് ഒരാൾ പോയി പ്രഭാഷണം നടത്തിയപ്പോൾ ഭയങ്കര ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഏറ്റവും നല്ല ഉപായം എന്താണെന്ന് വെച്ചാൽ ആ പ്രഭാഷണമാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ. മറ്റുള്ളവരുടെ ഇടയിൽ പ്രഭാഷണം വെച്ചാൽ ജനം കൂടും. കാരണം അവർക്ക് അറിവിനോട് താല്പര്യമുള്ളവരാണ്. മനസ്സിലായില്ലേ? കൃത്യമായി സൺഡേ ഉണ്ടെങ്കിൽ അവർ കൃത്യമായി അവരുടെ ബൈബിളും ഖുറാനും ഒക്കെ കേൾക്കാൻ അവർ പോകും. മദ്രസകളിൽ കൂടും. അവരുടെ പാഠശാലകളിൽ നമ്മൾ നോക്കിയാൽ മതി. അതായത് കണ്ടു പഠിക്കണം. നമ്മുടെ ആൾക്കാർ നേരെ മറിച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാരുള്ള ആ ഉത്സവപ്പറമ്പിൽ ആധ്യാത്മിക പ്രഭാഷണം വെച്ചാൽ ഈ കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എല്ലാവരും പിരിഞ്ഞങ്ങ് പോയിക്കോളും, വീട്ടിൽ പോയിക്കോളും. അപ്പോൾ വീട്ടിൽ ആളിനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. നേരെ മറിച്ച് അതങ്ങോട്ട് തീർന്നിട്ട് ഇതാ ഗാനമേള തുടങ്ങുമെന്ന് പറഞ്ഞാൽ പോയവരെല്ലാം തിരിച്ചു വരും. മ്യൂസിക് പരേഡ് എന്ന് പറഞ്ഞാലും തിരിച്ചു വരും. കാരണം എന്താ? നമ്മുടെ മനസ്സിൻ്റെ ഭാവം അങ്ങനെയായി പോയി. എന്തോ അറിയില്ല. എന്താ കാരണം വെച്ചാൽ നമുക്ക് ഈശ്വരീയമായ കാര്യത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിന് അത്രയും വികാസം ഉണ്ടോ ഇല്ലെന്ന് സ്വയം ചിന്തിക്കുക. പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രഭാഷകൻ ഇന്ന് പ്രഭാഷണത്തിൽ കൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയി. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഇദ്ദേഹം നോക്കി ഒരാൾ മാത്രം പോകാതെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അയാൾ പറഞ്ഞു, ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരാളെങ്കിലും അറിവിനെ തേടി ഇരിപ്പുണ്ടല്ലോ, എങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിക്കും. ഒരു അരമണിക്കൂർ അധികം സംസാരിക്കും. എനിക്ക് നിങ്ങളോട് പറ്റുന്ന അബദ്ധം പോലെ അരമണിക്കൂർ കുറച്ചുകൂടി സമയം എടുത്ത് സംസാരിച്ചു. മനസ്സിലല്ലേ? ചില ആൾക്കാർക്കൊക്കെ വൈകിട്ട് ഇവിടെ ഇരിക്കും ഭയങ്കര അസ്വസ്ഥത കാണാറുണ്ട്. പക്ഷേ ഞാൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് അടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് കാര്യത്തിൽ ക്രൂരനാണ്. കാര്യം ചിലരൊക്കെ നിർത്തിക്കൂടെ, 8 8:30 ഇങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ആ അസ്വസ്ഥതയുടെ പ്രകടമായൊരു ലക്ഷണം അവർക്ക് ആ ഈശ്വരീയമായ കാര്യത്തിനുള്ള ആഭിമുഖ്യത്തിൻ്റെ ഒരു അപര്യാപ്തത കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ പ്രഭാഷകന് തോന്നിക്കൊള്ളാം, കുറച്ച് ഒരാളെങ്കിലും ഇരിപ്പുണ്ടല്ലോ അയാൾക്ക് വേണ്ടി എന്നൊക്കെ ഇങ്ങോട്ട് സംസാരിച്ചു. സംസാരമൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഇതേ വേദി നിറങ്ങിയപ്പോൾ നേരെ ഈ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു ആളെങ്കിലും ഇരുന്ന് കേൾക്കാമായിരുന്നല്ലോ, എന്തായാലും മോനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തോളത്തൊക്കെ തട്ടി അഭിനയിച്ചു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, സ്വാമി അതുകൊണ്ടൊന്നും അല്ല, സ്വാമിക്ക് കമ്മിറ്റിക്കാർ ഇരിക്കാൻ ഇട്ട് തന്ന പാ എൻ്റെ രാത്രി കിടക്കുന്നതാ, സ്വാമി നിർത്തിയിട്ട് വേണം എനിക്ക് പാ എടുത്തുകൊണ്ട് പോകാൻ, അതുകൊണ്ട് ഇരുന്നതാ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് പോട്ടെ. എന്തായാലും അവിടെ ഈ നാരായണത്ത് ഭ്രാന്തൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങളൊന്ന് പോയിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ. കഞ്ഞിയൊക്കെ വേവിച്ച് വെച്ചിരിക്കുക, അത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരും, ശല്യപ്പെടുത്താതെ. അപ്പോഴത്തേക്ക് ഭദ്രകാളിക്ക് ഒരു സംശയടാ, സാധാരണ ഒരാൾ ഇങ്ങനെ പറയില്ല. അപ്പോൾ ഭദ്രകാളി ഭയപ്പെടുത്താനൊക്കെ, എന്നെ കണ്ടിട്ട് നിനക്ക് ഭയം തോന്നില്ല ചോദിച്ചു. ഞാനെന്തിനു ഭയക്കണം? ഞാൻ നിങ്ങൾക്ക് വല്ലതും തരാനുണ്ടോ? നിങ്ങളെന്ന് വല്ലതും മേടിച്ചിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ വന്നു, നിങ്ങളുടെ കാര്യം കഴിഞ്ഞു പോകുന്നു, ഞാനിവിടെ വരുന്നു, എൻ്റെ കാര്യം കഴിഞ്ഞു പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അവനവൻ്റെ കാര്യത്തിൽ നിന്നാൽ ഒരു ഭയക്കേണ്ട ആവശ്യമില്ല. ഭദ്രകാളിക്ക് ഇത്തരത്തിലൊക്കെ പറഞ്ഞ ഭദ്രകാളിക്ക് ഒരു ഇഷ്ടം തോന്നി. കാരണം എന്താ? നിർഭയത്വം ഭക്തിയുടെ അടിസ്ഥാന തത്വം. നമ്മൾ നാളെ പറഞ്ഞല്ലോ അല്ലേ, ഭയം ഉണ്ടാകരുത് ഭക്തിയിൽ. അപ്പോൾ നിർഭയത്വം കണ്ട് ഭദ്രകാളി ചോദിച്ചു, എന്ത് വരം വേണം? നാരായണത്ത് ഭ്രാന്തൻ ചോദിക്കും, ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണോ പരിപാടി? ഞാനൊന്നും ചോദിച്ചില്ല, നിങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ല, എനിക്ക് നിങ്ങളെയോട്ട് അറിയത്തുമില്ല. എന്തിനാണ് വന്നിട്ട് വെറുതെ ഇരിക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, ഒന്ന് പോയി തന്നാൽ മതി. ഭദ്രകാളിക്ക് വീണ്ടും ഒരു ഒന്നും ചോദിക്കാത്തവർ വീണ്ടും അല്ലേ ഈശ്വരന് ഇഷ്ടം കൂടെ. അപ്പോൾ നിർഭയത്വം വന്നു,
ഒന്നും ആഗ്രഹമില്ല. അപ്പോൾ ദേവി പറഞ്ഞു അങ്ങനെയല്ല, എന്തെങ്കിലും അപ്പോൾ നിർബന്ധിച്ച എന്തെങ്കിലും അതെ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ ഞാൻ തന്നിട്ടേ പോത്തോളൂ. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാം, അല്ലാതെ എനിക്ക് ആവശ്യം ഒന്നുമില്ല. കാര്യം ഇന്നത്തെ ആവശ്യത്തിനുള്ളത് എൻ്റെ കയ്യിലുണ്ട്, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് ഉറക്കം മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ പോയി. അപ്പോൾ നിങ്ങൾ പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കാം, എൻ്റെ ഇടത് കാലിലെ മന്ത് വലത് കാലിലോട്ടൊന്ന് മാറ്റിയേക്കാമെന്ന് ചോദിച്ചു. ദേവിക്ക് തന്നെ ചിരി വന്നു. ദേവി പറഞ്ഞു തഥാസ്തു എന്ന് പറഞ്ഞ് ദേവി പോയി. ഇടത് കാലിലെ മന്ത് വലത് കാലിലോട്ട് മാറ്റി. ഇതിലൂടെ നാരായണത്ത് പറഞ്ഞ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല അല്ലേ? നമുക്കെന്തെങ്കിലും ഗുണമുണ്ടോ ഈ കഥ കേട്ടതുകൊണ്ട്? നാരായണത്ത് ഭ്രാന്തൻ വീണ്ടും ഒരു ഭ്രാന്തനാണെന്ന് ഉറപ്പിച്ചു അല്ലേ? വിഡ്ഢിയാണെന്ന് ഉറപ്പിച്ചു. അല്ല, നാരായണത്ത് ഭ്രാന്തൻ ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ മനോഭാവത്തെയാണ് ഇതിലൂടെ ബോധ്യപ്പെടുത്തിയത്. കാരണം ഭദ്രകാളിക്ക് പോലും മനസ്സിലാകുന്നുണ്ടോ, കർമ്മഗതിയെ മാറ്റാൻ പറ്റില്ല. കർമ്മഗതിയെ മാറ്റാൻ പറ്റാത്ത ഒരാളിൽ നിന്ന് എന്ത് കിട്ടാനാണ്? ഇടത്തെ കാലിൽ നിന്നുള്ളത് വലത് കാലിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ മുന്നിലിരിക്കുന്നതിന് പുറകിലത്തേക്ക് മാറ്റും. അപ്പോൾ അടുത്ത ഈ കാലല്ലേ മുന്നോട്ട് വെക്കുന്നത്, അപ്പോൾ അത് വീണ്ടും മുന്നിൽ വരും. അപ്പോൾ ഈ ജന്മത്തിൽ നിന്ന് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അഥവാ ഒന്ന് മാറിയാലും അടുത്ത ജന്മത്തിൽ വന്നു ചേരും, വിട്ടുപോകില്ല. മനസ്സിലാകുന്നുണ്ടോ? വിട്ടുപോകാതെ തന്നെ കൊണ്ടു നടക്കേണ്ടി വരും കർമ്മഫലത്തെ. അപ്പോൾ കർമ്മഫലം ഒരിക്കലും മാറ്റപ്പെടുന്നതല്ല. ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നാരായണത്ത് ഭ്രാന്തനും ഭദ്രകാളിയും തമ്മിലുള്ള സംഭാഷണം. അപ്പം ഇങ്ങനെയൊക്കെ അതിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങളെ അറിയുമ്പോഴാണ് അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അറിയാത്തതുകൊണ്ട് നമുക്ക് നാരായണത്ത് ഭ്രാന്തനെ നമ്മളിപ്പോഴും ഭ്രാന്താന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ശരി, ഇവിടെ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പറഞ്ഞു. ഇവിടെ ഈ രാവണൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ രാവണൻ ഇതുകൊണ്ടാണ് സീതയിൽ നിന്ന് ഏത് സംഭവിച്ചത്, വംശനാശത്തിലേക്ക് സീതയെ അപഹരിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് വാനരന്മാരുടെ സഹായത്തോടുകൂടി ശ്രീരാമചന്ദ്ര ഭഗവാൻ രാവണനെ നിഗ്രഹിച്ചു എന്നുള്ള തലം പറഞ്ഞു. ഇനി ഈ ഒരു തലത്തിൽ ഇവിടെ ഈ ദേവി ഈ സീതാദേവിയെയും കൊണ്ട് വനത്തിൽ പോകുന്ന സമയത്ത് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ പറഞ്ഞു, അങ്ങ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്മിയെ കൊണ്ടൊരിക്കലും എവിടെ പോകാൻ പാടില്ല, രാവണൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. കാരണം ഒരു തവണ കൈ പിടിച്ചപ്പോൾ തന്നെ അല്ലേ ദേവവതി ദേഷ്യപ്പെട്ടാണ് ശാപം കൊടുത്തത്. അപ്പോൾ ഒരു ശാപം നിലനിൽക്കുക രണ്ടാമതൊരു ശാപത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഒറിജിനൽ സീത വീണ്ടും പോയാൽ രണ്ടാമത് ശപിക്കേണ്ട അവസ്ഥ വരത്തില്ലേ? കാരണം രാവണം ഒന്നും പിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രാവശ്യം കുലനാശം പറഞ്ഞു, അതിനേക്കാളും വലിയ ഇനി വേറൊരു ശാപമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? യഥാർത്ഥ സീതയെ എന്നിൽ ഏൽപ്പിക്കുക, പകരം മായാ സീതയെ സ്വീകരിക്കുക. മനസ്സിലായോ? അങ്ങനെ മായാ സീതയെ അഗ്നിയിൽ നിന്ന് കൊടുത്തു, യഥാർത്ഥ സീതയെ അഗ്നിയിലേക്ക് കൊടുത്തു. മനസ്സിലായില്ലേ? കാരണം ലക്ഷ്മി ദേവിയെ ഒരു തവണ അപമാനിച്ചു, അതിൻ്റെ ശിക്ഷ പറഞ്ഞു. ഇനി രണ്ടാമതും അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ ലക്ഷ്മി ദേവിയുടെ തത്വത്തെ തന്നെ താഴ്ത്തുകയാണ്. അത് ഉണ്ടാവേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ അഗ്നിദേവൻ ദേവിയെ സ്വീകരിച്ചു, പരിശുദ്ധമാക്കി, പൂജിച്ചു. ആ സമയം കൊണ്ട് മായാസീതയും കൊണ്ടാണ് ആര് പോകുന്നത്? രാവണൻ പോകുന്നത്. അതുകൊണ്ടാണ് മായാസീതയുടെ കയ്യിൽ പിടിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ദേവവതിയുടെ കയ്യിൽ പിടിച്ചാൽ രണ്ടാമത് പിടിച്ചപ്പോൾ തല പൊട്ട് തെറിക്കാത്ത എന്താണ്, അല്ലെങ്കിൽ നശിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ മായാസീതയാണ് അടുത്തത്. അപ്പം മായാസീതയുടെ കയ്യിൽ പിടിച്ചു, അങ്ങനെ പോയിട്ടാണ് വധിക്കുന്നത്. തിരിച്ച് യുദ്ധം കഴിഞ്ഞ് രാവണ നിഗ്രഹം നടത്തി തിരിച്ചു വരുമ്പോൾ ആരെ ഏൽപ്പിച്ചു? മായാസീതയെ വീണ്ടും അഗ്നിയിലേക്ക് ഏൽപ്പിച്ചു. അഗ്നി പ്രവേശനം ചെയ്ത് സീത ശുദ്ധയാണെന്ന് ലോകത്തെ ബോധിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ? ലോകത്തെ ബോധിപ്പിക്കൽ പ്രക്രിയ അല്ല യഥാർത്ഥത്തിൽ നടന്നത്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി. കാരണം എന്താ, ലോകം എപ്പോഴും എങ്ങനെയാണ്, എന്തിനും മോശം കാണുന്നതാണ് പൊതു ലോക സംസ്കാരം. അപ്പോൾ അതിൽ പെടാതിരിക്കാൻ വേണ്ടി അഗ്നിശുദ്ധി വരുത്തി. പക്ഷേ യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താ? രാമന് മാത്രമേ അറിയുള്ളൂ, ലക്ഷ്മണന് പോലും അറിയില്ല ഈ സീതയെ ഇങ്ങനെ കൈമാറിയ കാര്യം. കാര്യം ലക്ഷ്മണൻ അറിഞ്ഞാൽ തന്നെ ലക്ഷ്മണൻ ഒരുപക്ഷെ അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അഗ്നിയിലേക്ക് സീതയെ പ്രവേശിച്ചു. തിരിച്ച് ഒറിജിനൽ സീത പുറത്തു വന്നു. മായാസീതയെ വീണ്ടും ആര് സ്വീകരിച്ചു? അഗ്നി സ്വീകരിച്ചു. ഈ സമയത്ത് മായാസീത അഗ്നിയോടും ഭഗവാനോടും ചോദിച്ചു, ഭഗവാനെ ഞാൻ ഇനി എന്ത് ചെയ്യണം? മനസ്സിലാവുന്നുണ്ടോ? ഞാനിനി എന്ത് ചെയ്യണം? അപ്പോൾ ഒരു ജന്മം കഴിഞ്ഞു മായാസീതയായി, 2 ജന്മം കൂടി എടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഭഗവത് സവിധത്തിൽ വന്നു ചേരാം, കൃഷ്ണൻ്റെ അടുത്ത് തന്നെ വന്നു ചേരാം എന്നൊരു അനുഗ്രഹം കൊടുത്തു. നാരായണ സവിധത്തിൽ വന്നു ചേരാം. അങ്ങനെ 2ാമത്തെ ജന്മത്തിലാണ് ഈ ദേവതയോട് അഗ്നിയും അതുപോലെ തന്നെ വിഷ്ണുവും പറഞ്ഞു എന്ത് ചെയ്യണം? തപസ് ചെയ്യാൻ പറഞ്ഞു. ആരെ? പരമശിവനെ തപസ് ചെയ്യാൻ പറഞ്ഞു. അടുത്ത ജന്മത്തിന് വേണ്ടി പരമശിവനെ തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ത് വരം വേണമെന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു പതിയും ദേഹി പതിയും ദേഹി പതിയും ദേഹി പതിയും ദേഹി പതിയും ദേഹി 5 തവണ പറഞ്ഞുപോയി. ഒരു തവണ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പറഞ്ഞപ്പോൾ ആവേശം കൊണ്ട് എന്ത് പറഞ്ഞു? 5 തവണ ഒരേ വാക്ക് തന്നെ പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം?
ഭർത്താവിനെ തന്നാലും ഒരു നല്ല കാര്യം എന്താ, മായാസീതയായിരുന്നപ്പോൾ ഒരു പതി ഉണ്ടായിരുന്നല്ലോ അല്ലേ? തിരിച്ച് അഗ്നിയിലേക്ക് തിരിച്ചേറ്റി വാങ്ങിയപ്പോൾ പതി നഷ്ടപ്പെട്ടു. അതുവരെ രാമനായിരുന്നല്ലോ വനത്തിൽ വെച്ച് പതിയായിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടൊരു പതിയെ സംരക്ഷകനെ നൽകിയാലും, മനസ്സിലായില്ലേ? അപ്പോൾ പതിയും ദേഹി 5 തവണ പറഞ്ഞു. പരമശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ. അതാണ് അടുത്ത പാഞ്ചാലിയായി ജനിച്ചത്. മനസ്സിലായില്ലേ? അത് നിമിത്തമാണ് പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ വന്നു ചേർന്ന് 5 തവണ ദേവൻ്റെ മുമ്പിൽ ആവശ്യപ്പെട്ടു. അതാണ് പതിയും ദേഹി എന്ന് പറഞ്ഞത്. ഇതേ ഭാവത്തിൽ നിന്നാണ് അതിനുശേഷം വീണ്ടും ഇവിടെ തുളസിയായിട്ടും ജനിക്കുന്നതും. മനസ്സിലായില്ലേ? കൃഷ്ണൻ്റെ കൂടെ ഗോപികയായിട്ട് ജനിച്ചു. ആ ഗോപിക പിന്നീട് ഈ തുളസിയായി മാറി ഭഗവാന്റെ പ്രിയപ്പെട്ട ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ നോക്കുമ്പോൾ തുളസിയുടെ ജനനത്തെക്കുറിച്ചിട്ടാണ് വരുന്നത്. അവിടെ ധർമ്മധ്വജൻ എന്ന് പറയുന്ന രാജാവിൻ്റെ പത്നിയായ മാധവയ്ക്കാണ് തുളസി എന്ന പേരിൽ സാക്ഷാൽ കാർത്തിക മാസത്തിൽ അവിടെ ശുക്ല പൗർണമിയിൽ ആണ്, തിഥിയിലാണ് അവിടെ ആര് ജനിക്കുന്നത്? ഇവിടെ തുളസി ജനിക്കുന്നത്. ഈ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ പൂർണ്ണ ശരീരിയായി മാറി, വളരെ വേഗത്തിൽ തന്നെ വളർന്ന് നല്ലൊരു യുവതിയായി മാറി. അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാവരും അങ്ങനെ ജനിച്ച് കുറച്ച് നാളെടുത്ത് അല്ലേ വളർന്ന് പതുക്കെ വരും. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നുമ്പോൾ മറ്റുള്ളവരോട് തുലനം ചെയ്യാൻ പറ്റുമോ? മറ്റുള്ള ആരോടെങ്കിലും ഇതാണ് കാണുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തുലനം ചെയ്യാൻ പറ്റാത്തവൾ, പകരം വെക്കാൻ പറ്റാത്തവൾ എന്ന അർത്ഥത്തിൽ എന്ത് പേര് കൊടുത്തു? തുളസി എന്ന് നാമകരണം ചെയ്തു. ഈ തുളസി എന്ന് നാമകരണം ചെയ്ത് ഇങ്ങനെ ഈ കൊട്ടാരത്തിൽ വാണ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ തുളസിക്ക് തപസ് ചെയ്യാനൊരു മോഹം ഉണ്ടായി. അങ്ങനെ ഈ തപസ് ചെയ്യാനുള്ള മോഹത്തോടു കൂടി തപസ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ആ തപസ്സിൽ ബ്രഹ്മദേവനെ ദർശിച്ചു. ബ്രഹ്മദേവനെ ദർശിച്ചപ്പോൾ ബ്രഹ്മദേവനിൽ നിന്ന് വരം വാങ്ങി. ആ ബ്രഹ്മദേവനിൽ നിന്നുള്ള വരം വാങ്ങിയത്, ഭഗവാനെ, ഞാൻ ഈ ഗോലോകത്തിൽ ഞാൻ തുളസി എന്ന പേരിൽ വന്നതാണ്. അവിടെ ഞാൻ യഥാർത്ഥത്തിൽ ഗോപികയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. പൂർവ്വജന്മത്തിൽ ഗോപികയായിരുന്നു. രാധയുടെ ശാപനിമിത്തമാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് കൃഷ്ണനെ ഭർത്താവായി ലഭിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പൂർവ്വജന്മ കഥ എന്തുകൊണ്ട് ഓർത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ശ്രേഷ്ഠ കർമ്മങ്ങൾ ആചരിച്ചവർക്ക് പൂർവ്വജന്മ വൃത്താന്തം ഉണ്ടാകും. നമ്മളൊരു ഭരതൻ്റെ കഥ പറഞ്ഞപ്പോൾ ഓർമ്മയില്ലേ? ഭരതൻ ഒരു ജന്മത്തിൽ മാനായി പിറന്നു. അപ്പോൾ പൂർവ്വജന്മം ഓർമ്മയുണ്ട്. കാരണം എന്താ? ശ്രേഷ്ഠമായ കാര്യം ചെയ്തുകൊണ്ട്. അതുപോലെയല്ലേ ഗജേന്ദ്രൻ ദുഃഖം വന്നപ്പോൾ പൂർവ്വജന്മത്തെ ഓർത്തു. അതുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു, ഗജേന്ദ്രന് മോക്ഷം കിട്ടി എന്ന് പറയുന്ന കണക്ക് ശ്രേഷ്ഠ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ പൂർവ്വജന്മത്തെ ഓർക്കുകയും അതിനനുസരിച്ച് അടുത്ത ജന്മം നയിക്കുകയും ചെയ്യും. നമ്മൾ എന്തുകൊണ്ട് പൂർവ്വജന്മത്തെ ഓർത്തില്ല എന്ന് വെച്ചാൽ, പൂർവ്വജന്മത്തിൽ നമ്മൾ അങ്ങനെയുള്ള കഴിവുകൾ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് വളരെ വൈകി വേണം, പരിശ്രമിച്ച് വേണം നമുക്ക് നമ്മുടെ പാത നേരെയാക്കി എടുക്കാൻ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ഇപ്രകാരം തന്നെ ആ തുളസി എന്ന നാമകരണം കിട്ടിയ തപസ് ചെയ്തു. പറഞ്ഞു, ഞാൻ ഗോലോകത്തിൽ പണ്ട് അവിടെ ഒരു ഗോപികയായിരുന്നു. അപ്പോൾ എന്നോട് കൃഷ്ണന് പലപ്പോഴും നല്ല അടുപ്പം ഉണ്ടായിരുന്നു. ഈ അടുപ്പമൊക്കെ കാണുമ്പോൾ സ്ത്രീ സഹജമായി രാധയ്ക്ക് അത് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായില്ലേ? രാധ അതുകൊണ്ട് ഇടയ്ക്ക് വന്ന് എന്ത് ചെയ്തു? എന്നെ ഒന്ന് ശപിച്ചു. മനസ്സിലായോ? ഏതെങ്കിലും സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന പുരുഷന് വേറൊരു ഇഷ്ടം സഹിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. കാരണം പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത അല്ലേ 1-2 സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്ത്രീകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വേറെ എന്തും കൊടുക്കും, പങ്കു കൊടുക്കാത്ത സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സാധാരണഗതി സ്ത്രീകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്തത് ഭർത്താവിനെ പങ്കുവെക്കില്ല, അതൊരു തരം. രണ്ടാമത് പറഞ്ഞാൽ ആഭരണം, മൂന്നാമത് വസ്ത്രം അല്ലേ? സാധാരണഗതിയിൽ ഇത് കൊടുക്കില്ല. അഥവാ കൊടുത്താലും തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അന്നേരം തൊട്ടേ ചോദിക്കും. ഡേറ്റ് വരെ കുറിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. വളരെ പാടാണ് കൊടുക്കാൻ. കാരണം ഇത് 3ഉം ഒരേ കണക്ക് പോട്ടെ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഭർത്താവ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്രകാരം വന്നപ്പോൾ രാധ ശപിച്ചു. അപ്പോൾ രാധയുടെ ആ തന്നോടുള്ള, കാരണം ഭക്തിയിലും ചിലപ്പോൾ സാർത്ഥത വരാം. അപ്പോൾ രാധ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശാപം കൊടുത്തത്. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ വന്ന് പിറന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മർത്യയോനിയിൽ പിറക്കാൻ എന്നെ ശപിച്ചു. അതുകൊണ്ടാണ് ഞാനിവിടെ തുളസിയായി ഈ ധർമ്മധ്വജൻ്റെ പുത്രിയായി ജനിച്ചത്. അതുകൊണ്ട് എനിക്ക് ശ്രേഷ്ഠമായ മാർഗത്തിൽ ഭഗവാൻ കൃഷ്ണനെ ഭർത്താവായി ലഭിക്കണം എന്നുകൂടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ബ്രഹ്മദേവൻ പറഞ്ഞു, രാധയുടെ ശാപം നിമിത്തം ത്രൂ ആയിട്ട് കൃഷ്ണനെ ലഭിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് തൽക്കാലം ഭഗവാന്റെ തന്നെ സ്വരൂപസ്ഥാനീയനായ അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ചൈതന്യത്തെ വഹിക്കുന്ന
ഭഗവാന്റെ ഒരു സുഹൃത്തായ ഗോപകുമാരനുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ശാപം നിമിത്തം ഭൂമിയിൽ വന്ന് പിറന്നിട്ടുണ്ട്. ശംഖചൂഡൻ എന്നാണ് പേര്. അദ്ദേഹത്തെ ഭർത്താവായി ലഭിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് വഴി ആരേറ്റെടുക്കും? സാക്ഷാൽ നാരായണൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യും എന്ന് ബ്രഹ്മാവ് കൃത്യമായ ഉപായവും പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ തുളസി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ആ തപസ്സിൽ പോകുന്ന സമയത്ത് ഈ തപസ്സിൽ മുഴുകുന്നതിൻ്റെ ഇടയ്ക്ക് മനസ്സിലൂടെ അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളരെ മനോഹരമാർന്ന രൂപത്തിൽ കൃഷ്ണനെ പോലെ തോന്നിക്കും. മനസ്സിലായില്ലേ? ആ സമയത്ത് ഉള്ളിൽ വലിയ തരത്തിലുള്ള മോഹങ്ങളൊക്കെ ഉദിക്കും. അങ്ങനെ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ ജപിക്കും. പക്ഷേ ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ ഇതാരാണ് എന്ന് അറിയുന്നതുമില്ല. അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോകുമ്പോഴാണ് ആ ബദരിയിൽ തപസ് ചെയ്യാൻ വേണ്ടി അതേ സമയത്ത് തന്നെ ശംഖചൂഡൻ എന്ന് പറയുന്ന ഒരു അസുരന് വന്നു ചേർന്നു. ഇവിടെ അസുരനാണ് വന്നു ചേർന്നു. ഈ ശംഖചൂഡൻ തപസ് ചെയ്യാൻ വന്നു. ബ്രഹ്മാവിനെ തന്നെയാണ് തപസ് ചെയ്യാൻ വന്നത്. അപ്പോൾ ശംഖചൂഡൻ തപസ് ചെയ്യാൻ വന്നപ്പോൾ ഈ തുളസി നോക്കുമ്പോൾ താൻ സ്വപ്നത്തിൽ കാണുന്ന ആളിൻ്റെ രൂപമാണ്. മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്ന് മോഹിപ്പിക്കുന്ന ആളിൻ്റെ രൂപമാണ് ശംഖചൂഡന്. പക്ഷേ ഉത്തമയായ സ്ത്രീ അങ്ങോട്ട് ചെന്ന് ഏതെങ്കിലും പുരുഷൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രേമാഭ്യർത്ഥന നടത്താറില്ല എന്നൊരു സങ്കല്പമുണ്ട് പണ്ട്. ഇപ്പോഴങ്ങനെയല്ല. മനസ്സിലല്ലേ? ഇപ്പോൾ ഇല വീണാലും മുള്ളു വീണാലും മുള്ളിനും ഇലയ്ക്കും കേടില്ലാത്ത കാലമാണ്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. പണ്ട് അങ്ങനെയൊക്കെ ചില ചിട്ടകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയതുമില്ല, തൻ്റെ മനോരഥം പറഞ്ഞതുമില്ല, ആരാണെന്ന് ശ്രദ്ധിച്ചു. നേരെ തിരിച്ച് ഇവിടെ ശംഖചൂഡനാകട്ടെ അതുപോലെ തന്നെ ഈ സ്ത്രീയെ കണ്ടുകൊണ്ട് ചോദിച്ചു, ഈ തപസ് ചെയ്യാൻ, ഈ ഘോരമായി തപസ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഈ ഒരു യൗവനയുക്തിയായ നീ ആരാണ് എന്നന്വേഷിച്ചു. ആ സമയത്ത് ഇവിടെ തുളസി തിരിച്ചു പറയുന്നുണ്ട്, അങ്ങ് എന്നോട് ഇതൊക്കെ ചോദിക്കുമ്പോൾ ആരാണെന്നറിയാത്ത പുരുഷൻ ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? ആരാണെന്ന് ചോദിക്കേണ്ട മാത്രം ചാടിക്കേറി ഞാൻ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നത് പലപ്പോഴും ദുഃഖകാരണം. അതൊരിക്കലും ഉത്തമ സ്ത്രീകൾക്കും യോജിച്ചതല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനതും പറയാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാദപ്രതിവാദം നടന്നു. അപ്പോൾ ഒടുവിൽ അവിടെ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട്, ബ്രഹ്മദേവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത്തരത്തിലൊരു വിവാഹത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് തുളസിയും പറഞ്ഞു, ബ്രഹ്മദേവന് എന്നോടും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അങ്ങ് ചോദിച്ചതിന് മറുപടി തരാം എന്ന് അവസാനം സമ്മതിച്ചു. ഈ സമയത്ത് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു, അവരോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശംഖചൂഡൻ്റെ പത്നിയായിട്ട് ആര് മാറി? തുളസി മാറി. അങ്ങനെ മംഗളകരമായി ഇവർ ജീവിച്ചു വരവേ ശംഖചൂഡൻ മുമ്പേ പറഞ്ഞു അസുരനാണ്. ശംഖചൂഡൻ ത്രൈലോക്യമൊക്കെ ആക്രമിച്ച് കീഴടക്കി, ദേവലോകം വരെ കീഴടക്കി, ദേവന്മാരെയൊക്കെ ഓട്ടിച്ചു വിട്ടിട്ട് വളരെ സന്തോഷത്തോടുകൂടി തുളസിയുമായി ആനന്ദത്തോടുകൂടി കഴിയുക വരവേ ദേവന്മാർ നേരെ വന്ന് വിഷ്ണുവിനെയൊക്കെ കണ്ട് ദുഃഖങ്ങൾ പറഞ്ഞു. ആദ്യം വൈകുണ്ഠത്തിലെത്തി. അത് കഴിഞ്ഞ് വൈകുണ്ഠത്തിൽ നിന്ന് ശിവൻ്റെ അടുത്തെത്തി. ശിവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ നേരെ ഇന്ന് വിഷ്ണുവിനെ കൂട്ടുവിളിച്ചു. വിഷ്ണു പറഞ്ഞു, ഞാൻ ഈ യുദ്ധത്തിൽ വരില്ല, കാരണം അവൻ എൻ്റെ ഭക്തനാണ്, എൻ്റെ അംശം തന്നെയാണ് ശംഖചൂഡൻ, അല്ലേ? ഗോപകുമാരനാണ്, എൻ്റെ അംശം തന്നെയാണ്. ഇപ്പോൾ അസുരഭാവത്തിലാണെങ്കിൽ എനിക്ക് കൈവിടാൻ സാധ്യമല്ല. എന്നെ ഭജിക്കുന്നവനെ ഞാൻ എങ്ങനെ വധിക്കും? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ വരില്ല. പക്ഷേ അവനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അംഗീകരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ദേവലോകത്ത് ആധിപത്യ അസുരന്മാർക്ക് വന്നു ചേരുമ്പോൾ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് യഥാസ്ഥാനത്ത് ഇരിക്കേണ്ടത് അതാത് സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക, എൻ്റെ എല്ലാ ആശീർവാദങ്ങളും ഉണ്ടാവും, മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ ഇട്ട് നേരിട്ട് വരില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ശിവനൊരു ശൂലം കൂടി കൊടുത്തു. മനസ്സിലായില്ലേ? ഇപ്പോൾ ശിവന് ശൂലം കൊടുത്തത് ആരാണെന്ന് മനസ്സിലായോ? നാളെ പറഞ്ഞ കണക്ക് എൻ്റെ അപ്പൂപ്പനാണ്, വേലായുധനാണെന്ന് പറഞ്ഞു കളരുത്. കാര്യം അമ്പലം പണിഞ്ഞപ്പോൾ ശൂലം കൊടുത്തത് എന്നർത്ഥത്തിൽ പറഞ്ഞു കളത്. ശിവന് ശൂലം കൊടുത്ത വിഷ്ണുവാണ്. രണ്ടിടത്ത് ഈ കഥ സ്മരിക്കുന്നുണ്ട്. ശിവപുരാണം എടുത്തു കഴിഞ്ഞാൽ അവിടെ ത്രിപുരന്മാരെ വധിക്കാൻ ശൂലം കൊടുത്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ശംഖചൂഡൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ത്രിപുരന്മാരെ വധിക്കാൻ, ത്രിപുരന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ത്രിഗുണങ്ങൾ ആണ് അവിടെ വധിക്കുന്നത്. അപ്പോൾ ത്രിപുരന്മാരെ വധിക്കാൻ, അപ്പോൾ ത്രിപുരാന്തകാരിയായ ശിവന് ശൂലം കൊടുത്തത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അങ്ങനെ ഈ ശൂലം കൊടുത്തു. ഈ ശൂലമൊക്കെ എന്തിക്കൊണ്ട് ശിവഭഗവാൻ പോകുന്ന സമയത്ത് വിഷ്ണു ഒരു കാര്യം ഓർമ്മിപ്പിച്ചു, നിങ്ങൾക്ക് അവനെ പെട്ടെന്നൊന്നും വധിക്കാൻ സാധിക്കില്ല. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവനൊരു കവചമുണ്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? വിഷ്ണു കവചം ഉണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയപ്പെടുന്നത് അവൻ്റെ പത്നി സാക്ഷാൽ ലക്ഷ്മി തന്നെയാണല്ലോ. പതിവ്രതയായിരിക്കുന്നിടത്തോളം കാലം, മനസ്സിലാവുന്നുണ്ടോ, ആ വ്രതശുദ്ധിയുള്ള കാലത്തോളം അവിടെ ശംഖചൂഡൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ നൊമ്പരം പോലും ഉണ്ടാക്കാൻ ശിവന് പോലും സാധിക്കില്ല എന്ന് പറഞ്ഞു.
പാതിവൃത്യത്തിൻ്റെ ശക്തിയുടെ അപാരതയെക്കുറിച്ചിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും കൂടെ സൂചിപ്പിച്ചു. ആ അർത്ഥത്തിലാണ് നേരെ ശിവനൊക്കെ യുദ്ധം ചെയ്യാൻ. പക്ഷേ വിഷ്ണു പറഞ്ഞു വിഷമിക്കേണ്ട, സമയമാകുമ്പോൾ ഞാൻ ഇടപെട്ടോളാം. അങ്ങനെ അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോയി. ആദ്യം തന്നെ ശിവൻ എന്ത് ചെയ്തു? സാമാന്യ മര്യാദയ്ക്ക് ഒരു ധർമ്മനീതി ഉണ്ടല്ലോ, ആ ധർമ്മനീതിക്കനുസരിച്ച് ഒരു ദൂതനെ പറഞ്ഞു വിട്ടു. ചിത്രരഥൻ എന്ന് പറയുന്ന ദൂതനെ പറഞ്ഞു വിട്ടു. ഈ ദൂതനോട് പറഞ്ഞു അവിടെ ചെന്ന് പറയണം. എന്ത് പറയണം? ശിവഭഗവാന്റെ ദൂതൻ എന്നുള്ള നിലയിൽ പറയണം, ഇതുവരെ നീ നേടിയെടുത്ത ദേവലോകത്തു നിന്ന് കിട്ടിയ മുഴുവൻ സാധനവും തിരിച്ചു കൊടുക്കുക. മനസ്സിലായി? തിരിച്ചു കൊടുത്തിട്ട് നീ അവിടം വിട്ട് പൊയ്ക്കൊള്ളുക. ഒരാനുകൂല്യം കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? നീ അപഹരിച്ചത് യഥാർത്ഥ ഉടമസ്ഥന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഭഗവാൻ അങ്ങനെ കൽപ്പിച്ചു. എന്താ കാരണം? വിഷ്ണുവിൻ്റെ അംശഭൂതത്തിൽ കൂടെ ഉള്ള ആളല്ല, ആ ഒരു പരിഗണന ആദ്യം കൊടുത്തു. പക്ഷേ ശംഖചൂഡൻ ദൂതനോട് പറഞ്ഞു, നീ ചെന്ന് പറഞ്ഞേരെ. മനസ്സിലാവുന്നുണ്ടോ? നീ ചെന്ന് പറഞ്ഞേരെ, ഞങ്ങൾ രണ്ട് കൂട്ടരും, ദേവന്മാരും അസുരന്മാരും, ഞങ്ങൾ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. ഞങ്ങൾ തമ്മിൽ അടിക്കുന്നിടത്ത് ശിവൻ എന്താ കാര്യം? ഞങ്ങൾ തമ്മിൽ കിടന്ന് കലകിച്ചോളാം, അതിലിടപെടേണ്ട. കാരണം ഒറ്റ അച്ഛൻ്റെ മക്കളാണല്ലോ. അതുകൊണ്ട് ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതല്ലാതെ തിരിച്ചു കൊടുക്കാൻ, എടുത്ത സാധനം തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വയം എനിക്ക് എന്താ പറ്റും? ദുരഭിമാനം വന്നു ചേരും, അപമാനമായി മാറും. അതുകൊണ്ട് ഞാൻ എടുത്തതൊന്നും തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഈ ദൂതൻ ചെന്ന് ശിവനോട് പറഞ്ഞു. ഇത് പ്രകാരം ശംഖചൂഡൻ സൈന്യത്തെ സജ്ജമാക്കി യുദ്ധത്തിന് തയ്യാറായി. ശിവനും യുദ്ധത്തിന് തയ്യാറായി. ഇവിടെ ശിവഭഗവാനോടൊപ്പം ഭദ്രകാളിയുണ്ട്, അതിനോടൊപ്പം തന്നെ മുരുകനുണ്ട്, ഗണപതിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവരെല്ലാം യുദ്ധത്തിനുണ്ട്. ഇതിനോടൊപ്പം തന്നെ അവിടെ നമ്മുടെ ഭദ്രകാളിയോടൊപ്പം വീരഭദ്രനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ തന്നെ യുദ്ധം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ശംഖചൂഡനെ വധിക്കാൻ സാധിക്കുന്നില്ല. പലതവണ ഈ മഹാവിഷ്ണു കൊടുത്ത ശൂല് തന്നെ ആര് പ്രയോഗിച്ചു? ശൂലം തന്നെ എടുത്ത് ശിവൻ പ്രയോഗിച്ചു. പക്ഷേ എന്നിട്ടും ആരും മരിക്കുന്നില്ല, ശംഖചൂഡൻ വധിക്കപ്പെടുന്നില്ല. ഈ ശൂലം വരുമ്പോൾ ശംഖചൂഡൻ തൊഴുതുകൊണ്ടിരിക്കും. അതറിയാൻ വിഷ്ണു കൊടുത്താണ്. ആ ശൂലം അപ്രത്യക്ഷമാവും, വീണ്ടും ശൂലം പ്രത്യക്ഷപ്പെടും. ഇങ്ങനെയായി. ഇപ്പോൾ കുറേ നേരമായപ്പോൾ ഇതെന്താ? നേരെ ശിവൻ ഭഗവാനെ വിഷ്ണുവിനെ സ്മരിച്ചു. കാരണം എന്താ? അല്ലയോ വിഷ്ണു ഭഗവാനെ, നീ പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിൻ എന്താണെന്ന് വെച്ചാൽ ഉചിതമായി ചെയ്തുകൊള്ളുക. ഈ സമയം നോക്കി വിഷ്ണു എന്ത് ചെയ്തു? രൂപം മാറി ശംഖചൂഡൻ്റെ രൂപം ധരിച്ചു. മനസ്സിലായില്ലേ? ശംഖചൂഡൻ്റെ രൂപം ധരിച്ചിട്ട് യുദ്ധം ജയിച്ചു വരുന്നത് പോലെ സന്തോഷത്തോടുകൂടി കൊട്ടാരത്തിലേക്ക് ചെന്നു. കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ യുദ്ധം ജയിക്കാൻ വേണ്ടി അവിടെ പ്രാർത്ഥനയോടുകൂടി പതിവ്രതയായി തുളസി കഴിയുകയാണ്. അവിടേക്കാണ് ഓടിച്ചെല്ലുന്നത്. അവിടേക്ക് കടന്നു വരുന്ന ശംഖചൂഡനെ കണ്ടപ്പോൾ ഒരു നിമിഷം യുദ്ധം ജയിച്ചോ ജയിച്ചില്ലെന്ന് കൃത്യമായി അന്വേഷിക്കാതെ തന്നെ യുദ്ധം ജയിച്ചു എന്ന് ആര് ധരിച്ചു? തുളസി ധരിച്ചു. തുളസി സന്തോഷത്തോടെ ഓടി വന്ന് ഭർത്താവിനെ വാരി പുണർന്നു. മനസ്സിലല്ലേ? ഒറിജിനലിനെ അല്ല വാരി പുണർന്ന് ഡ്യൂപ്ലിക്കേറ്റിനെയാണ്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റിനെ വാരി പുണർന്നപ്പോഴത്തേക്ക് വിഷം മാറിയാണ് വന്നത്. നേരെ ചെന്ന് വാരി പുണർന്നു. കാരണം എന്താ? ഭ്രമിച്ചു പോയി. ഭ്രമിക്കുമ്പോൾ വസ്തുബോധം നഷ്ടപ്പെടും, യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടും. അങ്ങനെ ചെന്ന് വാരിപ്പുണർന്നു. അപ്പോൾ പരപുരുഷനെ വാരിപ്പുണർന്നാൽ തന്നെ അത് പാതിവൃത്യം നഷ്ടപ്പെട്ടു. ഈ വാരിപ്പുണരുന്ന സമയത്ത് തന്നെ ഉള്ളിൽ കാമവാസന ഉദിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ആ കാമവാസനയും കൂടി ഉദിച്ചത് കൊണ്ട് പരിപൂർണമായിട്ടും എന്ത് നഷ്ടപ്പെട്ടു? പാതിവൃത്യം നഷ്ടപ്പെട്ടു. മോഹങ്ങൾ വന്നു ചേർന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കാമവും മോഹവും ഒക്കെ എപ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ താഴേക്ക് കൊണ്ടുവന്ന് മനസ്സിലാക്കുക. അത്തരത്തിലേക്ക് എത്തപ്പെട്ടു. ഈ സമയം കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു നിമിഷം കൊണ്ട് തനിക്ക് പറ്റിയ അമളി ആര് തിരിച്ചറിഞ്ഞു? തുളസി തിരിച്ചറിഞ്ഞു. തുളസി പെട്ടെന്ന് തന്നെ ദൂരേക്ക് തെള്ളി മാറ്റിയിട്ട്, നീ ആരാണ്? മനസ്സിലായില്ലേ? നീ എൻ്റെ യഥാർത്ഥത്തിൽ ശംഖചൂഡനല്ല, എൻ്റെ ഭർത്താവല്ല എന്ന് തിരിച്ചറിഞ്ഞു. എന്താ കാരണം? പതിവ്രതയായ സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് ഏത് വേഷത്തിൽ വന്നാലും അറിയാൻ സാധിക്കും. ഇനി വേറെ ആരെങ്കിലും ഭർത്താവിൻ്റെ വേഷത്തിൽ വന്നാലും അറിയാൻ സാധിക്കും. അതാണ് ഉദാഹരണം. സീതാദേവിയുടെ മുമ്പിൽ രാവണൻ ഇല്ലേ, രാമൻ്റെ വേഷത്തിൽ ചിലപ്പോൾ സീത പരിഹസിച്ചുകൊണ്ട് വെച്ചു, ഹേ രാവണ, നീ വേഷം മാറി രാമൻ്റെ വേഷം കെട്ടാൻ നിനക്കാവും, പക്ഷേ രാമനാവാൻ നിനക്ക് ആവില്ലൊരിക്കലും. മനസ്സിലായില്ലേ? അവിടെ രാമൻ എന്ന് പറഞ്ഞ വേഷം കൊണ്ടല്ല, ഗുണങ്ങൾ കൊണ്ടാണ് എന്ന് ബോധിപ്പിച്ച തത്വത്തെ ഇവിടേക്ക് നമ്മൾ എടുക്കണം. ഇനി ഇതിൻ്റെ അപജയം സംഭവിച്ചത് രാമായണത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. എന്താ അപജയം സംഭവിച്ചത്? അവിടെ ഗൗതമ പത്നിയായ അഹല്യയുടെ അടുത്ത് ഇന്ദ്രൻ വന്നപ്പോൾ അല്ലേ, ആ ഗൗതമ പത്നിയുടെ വേഷത്തിലാണ് ഇന്ദ്രൻ വന്നത്. അഹല്യ ഞാൻ അറിഞ്ഞില്ല എന്ന് ഭാവിച്ചുകൊണ്ട് ഇന്ദ്രന് വശംവദയായി. അറിഞ്ഞുകൊണ്ടാണ് വശംവദയായത്. അതുകൊണ്ടാണ് വിചാരങ്ങളില്ലാത്ത ശിലാഭാവത്തിൽ കിടക്കേണ്ടി വന്നത്. പിന്നെ എപ്പോഴാണ് ആ വിചാര ശുദ്ധിയായത്? രാമപാദം ഏറ്റപ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ തരത്തിൽ അവിടെ പതിവ്രതയാണെന്ന ഭാവത്തിൽ, ആ ഭാവത്തിൽ നിന്ന് ആ ഭാവത്തിലേക്ക് തിരിച്ചു വന്നാൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, നീ പെട്ടെന്ന് ശാപത്തിലേക്കൊക്കെ വരും. അതുകൊണ്ട് പറഞ്ഞു, കോപിക്കേണ്ട, യഥാർത്ഥത്തിൽ വിധിഹിതത്തിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ സാക്ഷാൽ നാരായണനാണ്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിൻ്റെ പ്രാർത്ഥന പ്രകാരം നീ എന്നിലേക്ക് വരേണ്ടതാണ്. അതിനിടയിൽ വെച്ചിട്ടാണ് നീ ശംഖുചൂടൻ്റെ ഭാര്യയായി മാറി. ശംഖുചൂടനും യഥാർത്ഥത്തിൽ എന്നിൽ തന്നെ ലയിക്കേണ്ടവനാണ്. ശംഖുചൂടനും കൃത്യമായിട്ട് ആരാണ്? ഞാൻ തന്നെയാണ്. കാരണം എന്നെ ഭജിക്കുന്ന ഭക്തൻ ആരൊക്കെയാണോ അവരെല്ലാം ഞാൻ തന്നെയാണ്. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ ഭജിക്കുന്ന ഭക്തനെല്ലാം എവിടെ വരും? എന്നിൽ തന്നെ വന്നു ചേരും. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നിൻ്റെ പാതിവൃത്യം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതൊരാവശ്യമാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്തു. ഈ സമയം കൊണ്ട് തന്നെ കൃത്യമായി അവിടെ ആ ശൂലിൽ നാരായണാസ്ത്രം ജപിച്ചുകൊണ്ട് ശിവൻ അതിനെ അയച്ചു, ആ ശൂലം അയച്ചു. ഈ ശൂലം വരുന്നപ്പോൾ തന്നെ ശംഖുചൂടന് മനസ്സിലായി ആ നാരായണ തേജസ് ശൂലത്തിൽ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ ശംഖുചൂടൻ കൈ കൂപ്പിക്കൊണ്ട് തന്നെ എതിർത്തില്ല, നിന്നു കൊടുത്തു. കാരണം എന്താ? തൻ്റെ നാരായണ സ്വാമി ആണ്, എതിർക്കാൻ സാധ്യമല്ല. ആ വേലിൽ അവിടെ ആരെ വധിച്ചു? ശംഖുചൂടനെ വധിച്ചു. ശംഖുചൂടൻ്റെ ആത്മാവ് നേരെ എവിടേക്ക് ലയിച്ചു? വിഷ്ണുവിലേക്ക് തന്നെ വന്ന് ചേർന്നു. പക്ഷേ തനിക്കൊരു ഭ്രംശം സംഭവിച്ചതുകൊണ്ട് അതങ്ങോട്ട് സഹിക്കാൻ പറ്റാതെ ഈ പറയുന്ന ഈ തുളസി ഒരു ശാപം കൂടി കൊടുത്തു. ചിലയായി മാറട്ടെ എന്ന് വിഷ്ണുവിനൊരു ശാപം കൊടുത്തു. എന്നിട്ട് അവിടെ ഒരു നദിയായിട്ടങ്ങ് മാറി. ഈ നദിയാണ് ബ്രഹ്മപുത്ര എന്ന പേരിൽ ഒഴുകുന്ന നദിയായിട്ട് മാറി. ഈ നദിയുടെ തീരത്ത് സാളഗ്രാമം എന്ന് പറയുന്ന ശിലയായി ഭഗവാൻ നാരായണൻ വസിച്ചു. ആ സാളഗ്രാമം എന്ന് പറഞ്ഞ പൂജയ്ക്ക് ഏറ്റവും ഉത്തമമാണ്. മനസ്സിലായില്ലേ? ഏറ്റവും ഉത്തമമായ ഭഗവാനെ പൂജിക്കുന്നതാണ് സാളഗ്രാമം. നമ്മളിപ്പോൾ ഏറ്റവും പേര് കേട്ട ഒരു ക്ഷേത്രമല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം, അല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കടുശർക്കര യോഗം എന്ന ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടാണ്. ആ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഈ സാളഗ്രാമമാണ്. 10,008 സാളഗ്രാമം അതിനുണ്ട്. അതാണ് ആ അനന്തശായിയായ വിഷ്ണുവിൻ്റെ ചൈതന്യം. ഒരു സാളഗ്രാമം തന്നെ, മനസ്സിലായില്ലേ? ഒരു സാളഗ്രാമം തന്നെ ഉണ്ടെങ്കിൽ ഒരു ഗ്രാമം ശുദ്ധമാവും. അത്രയുണ്ട്. അപ്പോൾ 10,008 സാളഗ്രാമത്തിൻ്റെ ആ ചൈതന്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും സാളഗ്രാമങ്ങൾ അതിനുള്ളിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ആയുർവേദ മരുന്നുകൾ കൊണ്ട് പൊതിഞ്ഞത് കൊണ്ടാണ് അവിടെ അഭിഷേകം ചെയ്യാറില്ല. മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകം മൂലവിഗ്രഹത്തിൽ മാത്രമേ ഉള്ളൂ, പത്മനാഭസ്വാമിയുടെ. അതുപോലെ അഭിഷേകം ചെയ്യാനും സാധിക്കില്ല. എത്രയും നീളത്തിലാണ് ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നില്ലേ? 3 വാതിലിലൂടെയാണ് ദർശിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സാളഗ്രാമം വിഷ്ണു പൂജയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിന് തുല്യം, അതായത് ഭഗവാൻ തതുല്യമായ രൂപത്തിൽ നിൽക്കുന്നതിന് തുല്യമാണ് സാളഗ്രാമം. ആ സാളഗ്രാമമായി ഭഗവാനും ആ തുളസിയോടൊപ്പം ചേർന്നു. അതിനോടൊപ്പം ഭഗവാൻ ഒരു അനുഗ്രഹം കൂടി കൊടുത്തു. ഭൂമിയിൽ നീ തുളസിയായി വസിക്കും. മനസ്സിലായില്ലേ? തുളസി ചെടിയായി വസിക്കുകയും ഏറ്റവും പ്രിയപ്പെട്ടവളായി രാധ ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് തന്നെ ഈ തുളസി ഒരു വരം ചോദിച്ച് ഇന്നല്ലോ കൃഷ്ണനെ കിട്ടണമെന്ന്. ആ സമയത്ത് തന്നെ പറഞ്ഞ് കൃഷ്ണനെ കിട്ടുമ്പോൾ രാധ ഇനിയും കോപിക്കാതിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? രാധ വന്ന് കോപിച്ചാൽ വീണ്ടും പോകണമല്ലോ. അപ്പോൾ ആ സമയത്ത് വന്ന് രാധാമന്ത്രം ജപിച്ച് രാധയെ പ്രസാദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രാധയ്ക്ക് പിണക്കം വരത്തില്ല. അപ്പോൾ ആ രാധാമന്ത്രം ജപിച്ചും തുളസി വ്രതം നോറ്റിരുന്നു. അതും പ്രകാരം ഭഗവാന് എപ്പോഴും രാധയുടെ ദേഷ്യം കൂടാതെ ഭഗവാൻ ആരോട് ചേരാൻ സാധിച്ചു? മനസ്സിലായില്ലേ? ഇപ്പം ആ തുളസിക്ക് കൃഷ്ണനോട് ചേരാൻ സാധിച്ചു. കാരണം അതുകൊണ്ടാണ് തുളസിയെ ഭഗവാന്റെ മാറിടത്തിൽ എപ്പോഴും ആർക്ക് സ്ഥാനം? തുളസിക്ക് സ്ഥാനം. അങ്ങനെ പൂജയിൽ ഏറ്റവും പ്രധാനമായി സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയെ ഭഗവാന് നൽകുന്ന പ്രീതിയാണ് തുളസിയെ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടി നാരായണ അനുഗ്രഹവും ലക്ഷ്മി കടാക്ഷവും ഒത്തുചേരാൻ വേണ്ടി നമ്മുടെ ഗൃഹങ്ങൾക്ക് മുമ്പിൽ എന്തുണ്ടായിരുന്നത്? തുളസിത്തറ ഉണ്ടായിരുന്നത്. അതൊക്കെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. മംഗളപൂർവ്വമായി തുളസിത്തറ ഇനിയിപ്പോൾ എല്ലാ ദിവസവും വിളക്ക് വെക്കാൻ സാധിച്ചില്ലെങ്കിലും എല്ലാ ദിവസവും വൃത്തിയും ശുദ്ധിയുമുള്ള ദിവസങ്ങളിലൊക്കെ അതിനെ നമസ്കരിക്കാനും, മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ അതിനെല്ലാ ദിവസവും വെള്ളമൊഴിച്ച് വളർത്താനൊക്കെ നമുക്ക് സാധിക്കണം. അത്യന്തം മംഗളകരമായ ആചാരങ്ങളിലൂടെ നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഭാഗവതാദി ചിന്തകളിലൂടെ നമുക്ക് സാധിക്കണം.